ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिवशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधा कान्द नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी क्षमानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशकारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त। हरे कृष्ण 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 हरे 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 राम 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 हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमः। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ബൈ ഹാർട്ട് ചെയ്യാനുള്ളത് ഹരേ കൃഷ്ണ പ്രഭു, പ്രണാമം. ഭഗവത്ഗീത ആസ് ഇറ്റ് ഈസ് 4-ാമത്തെ അധ്യായം 6-ാമത്തെ ശ്ലോകം. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ പ്രഭു? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ, കേൾക്കുന്നുണ്ടോ? ഒരു മിനിറ്റ് കേട്ടോ. കേൾക്കുന്നുണ്ടോ? ഉണ്ട് പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. കേൾക്കുന്നുണ്ടോ മംഗളമാതാജി? കേൾക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ. ഒരു മിനിറ്റ് കേൾക്കുന്നുണ്ട്. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. അജോപി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വം അധിഷ്ഠായ സംഭവാമി ആത്മമായയാ. അജോപി സന്നവ്യയാത്മാ ഭൂതാനാം ഈശ്വരോപി സൻ പ്രകൃതിം സ്വം അധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഹരേ കൃഷ്ണ. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഞാൻ കുറച്ചു നേരം വൈകി, ഒരു കോള് എമർജൻസി വന്ന കാരണം. നോ പ്രോബ്ലം മാതാജി. ഞാൻ കഴിഞ്ഞ ശ്ലോകം ചെല്ലട്ടെ? ചൊല്ലിക്കോളൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. സ ഏവായം പ്രോക്തവാനഹമ सा एवायं मया तेते योग प्रोक्त पुरातन भक्तोऽसि मे सखा चेति രഹസ്യം ഹേതതുത്തമ. അല്ലയോ അർജുന, നീ എന്റെ ഭക്തനും സഖാവും ആയതുകൊണ്ടാണ് ഈ പരമരഹസ്യം ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുന്നത്. ഹരേ കൃഷ്ണ. വേറെന്താ ഉള്ളത് അതില്? ഇത് നിനക്ക് ഗ്രഹിക്കാൻ എളുപ്പമാകും. അങ്ങനെയല്ലേ? അങ്ങനെ ഉണ്ടോ? അതുകൊണ്ട് അതീതമായ ഈ ഗുപ്തജ്ഞാനം ഗ്രഹിക്കാൻ നിനക്ക് കഴിവുണ്ട്. മൂന്നാമത്തെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി ആറാമത്തെ. Therefore can understand the transcendental mystery of this science. Yes. ശരി മാതാജി. അജോപി. 6. ഓം നമോ ഭഗവതേ വാസുദേവായ. അജോപി സന്യവയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സോമധിഷ്ഠായ സംഭവാത്മ്യമായയാ. ഹരേ കൃഷ്ണ. മംഗള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. അജോബി സന്നവ്യാത്മാ ഭൂതാന ഈശ്വരോബി സൻ പ്രകൃതിം
സ്വമതിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഓം നമോ ഭഗവതേ വാസുദേവായ. അജോപി സന്യവേയാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സാമധിഷ്ഠായ സംഭവാമി ആത്മമായയാ. ഹരേ കൃഷ്ണ. മാതാജി. ഹരേ കൃഷ്ണ. അജോബി സന്നവയ്യാത്മാ ഭൂതാനാമീശ്വരോപി സൻ പ്രകൃതിം സ്വാമധിഷ്ഠായ സംഭവാമ്യാത്മമായയാ. ഹരേ കൃഷ്ണ. എനിക്ക് പിറവിയില്ല, എന്റെ അതീന്ദ്രിയ ശരീരത്തിന് നാശം നേരിടുകയുമില്ല. ജീവജാലങ്ങൾക്കെല്ലാം അധിപതിയാണ് ഞാൻ. എന്നിരിക്കലും യുഗം തോറും എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. ഹരേ കൃഷ്ണ. Hare Krishna, Hare Bol. Although I am unborn and my transcendental body never deteriorates, and although I am the Lord of all living entities, by my internal energy, I still appear in every millennium in my original transcendental form. So, Bhagavan Arjunod പറയുന്നത് ഭഗവാൻ അജനാണ്, unborn, അല്ലേ? അജൻ എന്ന് പറഞ്ഞാൽ unborn. And my transcendent body never deteriorates. ഒരിക്കലും അത് ക്ഷയിക്കില്ല. നമ്മളുടെ ശരീരം എന്താണ്? ക്ഷയിക്കും, അല്ലേ? നമ്മളുടെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും അത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ ഓരോ ദിവസം ചെല്ലുന്നതോറും അല്ലെങ്കിൽ ഓരോ നമ്മളുടെ ബർത്ത്ഡേ കഴിയുമ്പോഴും നമ്മൾ മരണത്തിനോട് അടുത്തിരിക്കുന്നു. ഒരു കൊല്ലം അടുത്തു എന്നർത്ഥം. നമ്മളിവിടെ എന്താണ് ആഘോഷിക്കുകയാണ്? ഹാപ്പി ബർത്ത്ഡേ. പക്ഷെ ഹാപ്പി ബർത്ത്ഡേ അല്ല, ഹാപ്പി ഡെത്ത് ഡേ ആണ് നമ്മൾ ആഘോഷിക്കുന്നത്. കാരണം ഓരോ ബർത്ത്ഡേക്കും നമ്മൾ ഒരു വർഷം മുമ്പിലോട്ട് പോയി, അതായത് മരണത്തിനോട് അടുത്ത് പോയി എന്നാണ്. അപ്പൊ നമ്മൾ ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. ദേഹിനാം ക്ഷണഭങ്കുര, അതായത് ഈ ദേഹം ക്ഷണഭങ്കുര, വളരെ പെട്ടെന്ന് ക്ഷയിക്കുന്നതാണ്. പക്ഷെ ഭഗവാന്റെ ശരീരമോ? ഭഗവാന്റെ ശരീരം അത് ക്ഷയിക്കില്ല, നെവർ ഡിറ്റീറിയറേറ്റ്സ്. അതെന്താണ്? അത് ആത്മീയ ശരീരമാണ്, ഭൗതിക ശരീരമല്ല. അത് രണ്ട് വ്യത്യാസം. നമ്മളുടെ ഭൗതിക ശരീരം, ഭഗവാന്റെ ആത്മീയ ശരീരം. അപ്പോൾ നമ്മളുടെ ക്ഷയിക്കും, ഭഗവാന്റെ ക്ഷയിക്കില്ല. പിന്നെ ഭഗവാൻ എല്ലാ ജീവാത്മാക്കളുടെയും അധിപതിയാണ്, എല്ലാ ജീവാത്മാക്കളുടെയും കൺട്രോളറാണ്, മാസ്റ്ററാണ്, പ്രൊപ്പറേറ്ററാണ്. അതെങ്ങനെ സാധിക്കുന്നു? സ്വന്തം അന്തരാംഗ ശക്തി മുഖേന ഇതെല്ലാം സാധിക്കുന്നു. ആ അന്തരാംഗ ശക്തി മുഖേന ഭഗവാൻ വീണ്ടും വീണ്ടും ഓരോ യുഗത്തിലും തൻ്റെ ഒറിജിനൽ ട്രാൻസെൻഡന്റൽ ഫോമിൽ അവതരിക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? 3 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. എന്താണ് 3 കാര്യങ്ങൾ? പരിത്രാണായ സാധൂനാം വിനാശായ സദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. അവിടെയും എന്താണ് പറയുന്നത്? സംഭവാമി യുഗേ യുഗേ. ഇവിടെയും എന്താണ് പറയുന്നത്? യുഗേ യുഗേ. ഐ സ്റ്റിൽ അപ്പിയർ ഇൻ എവറി മില്യനയം യുഗേ യുഗേ. എങ്ങനെ? ഇൻ മൈ ഒറിജിനൽ ട്രാൻസെൻഡന്റൽ ഫോം. എന്നിട്ട് ഈ 3 കാര്യങ്ങൾ, എക്സ്റ്റേണൽ ആയിട്ടുള്ള 3 കാര്യങ്ങൾ ചെയ്യുന്നു. ഇന്റേണൽ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തർക്ക് സംഘം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. അവരെ ഉദ്ധരിക്കാൻ, അവർക്ക് സന്തോഷം പകരാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോൾ ഞാൻ കരുതുന്ന ഉദാഹരണം, എൻ്റെ മക്കളൊക്കെ ദുബായിലാണ്. അവരെന്നും നമ്മുടെ വാട്സാപ്പിലും അല്ലെങ്കിൽ പോർട്ടീമിലോ അല്ലെങ്കിൽ സൂമിലൊക്കെ നമ്മൾ കാണാം. ഇപ്പം ഇന്ന് അതിനുള്ള പ്രൊവിഷൻ ഉണ്ട്, സംവിധാനമുണ്ട്. പക്ഷേ നമ്മൾ പേഴ്സണലായിട്ട് മീറ്റ് ചെയ്യുന്നതും എന്നിട്ട് ഇടപഴകുന്നതും ഇങ്ങനെ ടി വിയിൽ കാണുന്നതും വ്യത്യാസമില്ലേ? നമ്മളുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ പേഴ്സണലായിട്ട് നമ്മൾ കാണുന്നതും അതേപോലെ ഈ വാട്സാപ്പിലോ അല്ലെങ്കിൽ സ്കൈപ്പിലോ സൂമിലോ കാണുന്നതും വ്യത്യാസം ഉണ്ടോ ഇല്ലേ? മംഗളമാതാജി ഉണ്ടോ? വ്യത്യാസമുണ്ട്. വ്യത്യാസമുണ്ട്. മറ്റേതിനൊരു ഒറിജിനാലിറ്റി ഉണ്ടാവും. മറ്റത് ഇംപേഴ്സണലായി, ഇത് പേഴ്സണലായി. അതായത് ഒരു അഫിനിറ്റി അതുകൊണ്ട് കിട്ടില്ല. യെസ്, നമുക്ക് കാണാം, അതൊക്കെ സന്തോഷം തന്നെ. പക്ഷെ നമ്മൾ പേഴ്സണലായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അത് വേറെ കാര്യം. അപ്പൊ അതേപോലെ ഭഗവാന്റെ നാമം, ഭഗവാന്റെ അർച്ചവിഗ്രഹം എല്ലാം ഇവിടെ ഉണ്ട്. അത് പോരാ. പക്ഷെ ഭഗവാൻ പേഴ്സണലി വന്നിട്ട് ഭഗവാന്റെ ഭക്തന്മാരായിട്ട് ഇടപഴകുന്നതും അവരായിട്ട് ലീലകൾ കളിക്കുന്നതും അത് വളരെ വ്യത്യാസമാണ്.
അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഇവിടെ അവതരിക്കേണ്ടി വരുന്നത്. അപ്പൊ എന്താണ് ഇന്റേണൽ ആയിട്ടുള്ള ആ ആന്തരികമായിട്ടുള്ള കാരണം എന്താണ് ഭഗവാൻ ഇവിടെ അവതരിക്കാൻ? തൻ്റെ ഭക്തന്മാർക്ക് ആസ്വാദനം കൊടുക്കാൻ, സന്തോഷം പകരാൻ. മറ്റേതെന്താണ്? എക്സ്റ്റേണൽ ആയിട്ടുള്ള 3 കാര്യങ്ങൾ പറയുന്നത്. പരിത്രാണായ സാധുനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ. അത് 3ഉം എക്സ്റ്റേണൽ ആണ്. പക്ഷെ ഇന്റേണൽ റീസൺ എന്താണ്? ഈ 3 കാര്യങ്ങളും ഭഗവാൻ അവിടെ ഇരുന്നിട്ട്, ഗോലോകത്തിൽ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ വരേണ്ട ആവശ്യമില്ല. പക്ഷേ ഇവിടെ വരുന്ന എന്തിനാണ്? തൻ്റെ ഭക്തന്മാർക്ക് പേഴ്സണൽ ആ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്, പേഴ്സണലായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പേഴ്സണലായിട്ട് അവർക്ക് ആസ്വാദനം കൊടുക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഭഗവാൻ വരുന്നത്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, ആൾദോ ഐ എം അൺബോൺ ആൻഡ് മൈ ട്രാൻസെൻഡന്റ് ബോഡി നെവർ ഡിറ്റീരിയേറ്റ്സ് ആൻഡ് ആൾദോ ഐ എം ദ ലോർഡ് ഓഫ് ഓൾ ലിവിംഗ് എൻറ്റിറ്റീസ് ബൈ മൈ ഇന്റേണൽ എനർജി ഐ സ്റ്റിൽ അപ്പിയർ ഇൻ എവറി മില്യൺ ആൻഡ് ഇൻ മൈ ഒറിജിനൽ ട്രാൻസെൻഡന്റ്. ഇന്നത്തെ കാലത്ത് നമുക്ക് പുതുതായിട്ടുള്ള ആധുനിക സംവിധാനങ്ങളൊക്കെ ഉണ്ട്. സൂം ഉണ്ട്, മറ്റുള്ള ഒരുപാട് വയാ മീഡിയം ഉണ്ട് നമ്മുടെ ആൾക്കാരെ കാണുന്നത്. ഏത് ലോകത്തിന്റെ ഏത് കോണറിൽ, ഈവൻ ചന്ദ്രനിൽ പോയാലും അവർക്ക് ആൾക്കാരെ കാണാൻ പറ്റും അല്ലേ? അങ്ങനത്തെ സംവിധാനങ്ങളുണ്ട്. മുമ്പത്തെ കാലത്ത് എങ്ങനെയായിരുന്നു? എഴുത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു എഴുത്തിന് വേണ്ടി കാത്തിരിക്കും. 2 മാസം 3 മാസമൊക്കെ പിടിക്കും ഒരു എഴുത്ത് എഴുതാൻ. നല്ല ഓർമ്മയുണ്ട്, നമ്മുടെ അമ്മാവനൊക്കെ മിലിറ്ററിയിലായിരുന്നു. അപ്പോൾ വീട്ടിലെ അമ്മ, അതായത് എൻ്റെ അമ്മയുടെ അമ്മ, ആ എഴുത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കും, പോസ്റ്റ്മാൻ വരുന്നത്. 2 മാസമൊക്കെ പിടിക്കും എഴുത്തൊക്കെ എഴുത്താൻ. ആ ഒരു എഴുത്താണ് ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ, ആകെ ആ ഒരു റിലേഷൻഷിപ്പിനെ, ആ ഒരു ബോണ്ടേജിനെ പിടിച്ചു നിർത്തുന്നത്. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ആർക്കും വിലയില്ല. ടെലിഫോണും എല്ലാം വളരെ ചീപ്പാണ്, അല്ലെങ്കിൽ ഫ്രീ ആണ്. അപ്പം അതുകൊണ്ട് അത് വിലയില്ല. അപ്പം അന്നൊരു എഴുത്ത് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അയ്യോ, അതാ അവിടുന്ന് പോസ്റ്റ്മാൻ വരുന്നുണ്ട്, എഴുത്ത് കൊണ്ടിരുന്നുണ്ട് പറഞ്ഞിട്ട് എല്ലാവരും സന്തോഷിക്കും. അപ്പൊ ഇന്നെന്താണ്? എല്ലാവർക്കും ആൾക്കാരെ വേണ്ട, സാധനങ്ങളെ വേണ്ടു. സ്നേഹം എന്തിനോടായി? സാധനങ്ങളോട്. ഡിവൈസസ്. നല്ലൊരു TV കൊണ്ടുപോയി കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു ലാപ്ടോപ്പ് കൊണ്ടുപോയി കൊടുക്കുക, നല്ലൊരു മൊബൈൽ വാങ്ങി കൊടുക്കുക, സന്തോഷമായി. ആള് വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധനം എത്തിയാൽ മതി അല്ലേ? ഭർത്താവോ അല്ലെങ്കിൽ വേറെ ആങ്ങളെ പെങ്ങളോ, അവിടെയും അമേരിക്കയിലും യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അവര് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ വല്ലവരുടെ അടുത്ത് നല്ലൊരു ലേറ്റസ്റ്റ് മൊബൈൽ കൊണ്ടുവച്ചാൽ വളരെ സന്തോഷമായി. അപ്പൊ ഇന്നത്തെ കാലത്ത് സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സാധനങ്ങളോട്, അത് മനുഷ്യരെ വിലയില്ല, ആ ഡൾ മാറ്ററോടാണ് നമുക്ക് സ്നേഹം. പക്ഷെ കാരണം കലിയുടെ ഇൻഫ്ലുവൻസ്, എല്ലാവരും മെക്കാനിക്കലായി, ആ ഒരു സെന്റിമെന്റ്സ്, എമോഷണൽ അറ്റാച്ച്മെന്റ് കുറഞ്ഞു വരികയാണ്. ഇതാണ് കലികാല പ്രഭാവം എന്ന് പറയുന്നത്. ഇതാണ് ഇതിന്റെ. ഇപ്പൊ ഭഗവാന് ഒരിക്കലും ക്ഷയമില്ല. നമ്മളെല്ലാവരും ക്ഷയിക്കും, കാലക്രമേണ നമ്മൾ ഇല്ലാതെയും, എന്നിട്ട് വേറെ ശരീരം ധരിക്കും. പക്ഷെ ഭഗവാൻ തൻ്റെ സ്വയം ശരീരത്തില്, ഒറിജിനൽ ശരീരത്തില് യുഗാന്തരം ഇവിടെ അവതരിക്കുന്നു എന്ന് ഇവിടെ ഭഗവാൻ പറയാണ്. ഹരേ കൃഷ്ണ. ആ മാതാജി. അതില് എന്റെ ആദിമവും അതീന്ദ്രിയവുമായ രൂപത്തിൽ ഞാൻ അവതരിക്കുന്നു. അതെന്താണ് അപ്പൊ പോയിന്റ്? ആദ്യം എന്ന് പറഞ്ഞാൽ ഒറിജിനൽ, അതീന്ദ്രിയം എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾക്കും അപ്പുറത്തായിട്ടത്, നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ആയിട്ടത്. കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അതീന്ദ്രിയമായിട്ടുള്ള സ്വരൂപത്തിനെ കാണാൻ പറ്റില്ല. അത് സച്ചിദാനന്ദമാണ്. നമുക്ക് ഗ്രോസ് ആയിട്ടുള്ള ജഡമായിട്ടുള്ള കാര്യങ്ങളെ, ഭൂമി, രാപ്പോ, നലോ, വായു, ഖം, ഇത് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സച്ചിദാനന്ദമായിട്ടുള്ള ആ സ്വരൂപത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പൊ അതാണ് അതീന്ദ്രിയമായിട്ടുള്ള ആ സ്വരൂപം. ആദ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒറിജിനൽ, തുടക്കമില്ലാത്തത്, ബിഗിനിങ്ലെസ് അല്ലേ? തുടക്കമുണ്ടെങ്കിൽ എന്തായി? അത് ഭഗവാനല്ല. നമ്മളുടെ ശരീരത്തിന് തുടക്കമുണ്ട്, അവസാനമുണ്ട്. ആത്മാവിന് തുടക്കമില്ല. ഭഗവാൻ ശരീരധാരിയല്ല, നമ്മൾ ശരീരധാരിയാണ്. ദേഹം, ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവ്, ദേഹം എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പൊ നമ്മൾ ദേഹത്തിനെ ധരിക്കുന്ന ആൾക്കാരാണ്. ആത്മാവിനൊരു ശരീരമാണ് ഈ കാണുന്നത്. ഈ ശരീരത്തിനൊരു ശരീരമാണ്, അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് ഒരു ശരീരമാണ് ഈ കുർത്ത, ഷർട്ട്, കാര്യങ്ങളൊക്കെ. അതേപോലെ ആത്മാവിൻ്റെ ദേഹമാണ് ശരീരം.
അപ്പോൾ അത് നശിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന് അങ്ങനത്തെ ഒരു ദേഹമില്ല. ഭഗവാൻ എല്ലാം സച്ചിദാനന്ദമാകുന്നു. അപ്പൊ അതുകൊണ്ട് അത് അതീന്ദ്രിയമാണ്. നമ്മളുടെ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ കാണാൻ പറ്റാത്ത തരത്തിലുള്ള ദേഹമാണ് ട്രാൻസെൻഡന്റൽ ഫോം എന്ന് പറയുന്നത്. ഇതാണ് ബ്രഹ്മാവും അതന്നെ പറയുന്നത് ബ്രഹ്മസംഹിതയില്. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ. എന്താ അനാദിർ? ബിഗിനിങ്ലെസ്. ആദിർ പറഞ്ഞാൽ ഒറിജിനൽ. അനാദിർ ആദിർ. ആര്? ഗോവിന്ദ. ആരാണ് ഗോവിന്ദ? ഗോക്കൾക്ക് അഭിവൃദ്ധി കൊടുക്കുന്നത്, പുഷ്ടി കൊടുക്കുന്നത്, ഗോവർദ്ധന് ഇത് കൊടുക്കുന്നത്, ഗോപികമാർക്ക്, ഗോപന്മാർക്ക്, ഇവർക്കെല്ലാം സന്തോഷം പകരുന്ന ആളാണ്. ഇന്ദ്രിയങ്ങൾക്ക് സന്തോഷം ഗോവിന്ദൻ. ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവ കാരണം. എല്ലാ കാരണങ്ങൾക്കും കാരണക്കാരൻ. അദ്ദേഹത്തിന് വേറൊരു കാരണമില്ല. അദ്ദേഹത്തിന് ഒരു കാരണമുണ്ടെങ്കിൽ പിന്നെ അദ്ദേഹം ഭഗവാനാവില്ല. അപ്പോൾ എല്ലാ കാരണക്കാരുടെയും കാരണക്കാരനായിട്ടുള്ള ആ ഭഗവാൻ തൻ്റെ ആത്മീയ സ്വരൂപത്തിൽ ഇവിടെ വരുന്നു. ആ ആത്മീയ സ്വരൂപം ഒറിജിനലാണ്, ബിഗിനിങ്ലെസ് ആണ്, അതിന് നാശമില്ല എന്ന് ഭഗവാൻ ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. എന്റെ ആദിമോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ആ ശ്ലോകത്തിലുണ്ടോ പ്രഭു? ആദ്യം അങ്ങനെ ഒരു ഭാഗം ശ്ലോകത്തിലുണ്ട്. അജോപി സന്യവേ ആത്മാ എന്ന് പറയുമ്പോ അത് അതിന്റെ അർത്ഥം ഒറിജിനൽ എന്നർത്ഥം. ഒറിജിനൽ. അതിന് വേറൊരു ഒറിജിനൽ ഇല്ല. അൾട്ടിമേറ്റ്. സോ ദാറ്റ്സ് എ സ്റ്റാർട്ട്. ആ ബിഗിനിങ്ലെസ്സും ആണ് ഒറിജിനലും ആണ്. അപ്പൊ ആ ഒറിജിനൽ ഫോമിൽ തന്നെ, ഒറിജിനൽ ഫോം എന്ന് പറഞ്ഞാൽ സച്ചിദാനന്ദ ഫോം. ആ ഫോം ഒരിക്കലും ക്ഷയിക്കില്ല, നശിക്കില്ല. ആ ഫോമിലാണ് എപ്പോഴും ഇവിടേക്ക് വരിക. നമ്മൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ ബോഡി പോലെ തോന്നുന്നത് മാത്രം. പക്ഷെ ഭഗവാന്റെ ആ ശരീരവും ഒറിജിനലാണ്, അത് ട്രാൻസെൻഡലാണ്, സച്ചിദാനന്ദമാണ്. നമ്മളുടെ ശരീരത്തെ പോലെ അല്ല. നമ്മൾ ആ ഭഗവാന്റെ ശരീരത്തിനെ ഒരു ഭൗതിക ശരീരമായിട്ട് കാണാൻ പാടില്ല എന്ന് ചുരുക്കം. അതാണ് ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ഒരിക്കൽ പറഞ്ഞേ, ഏതെങ്കിലും ഒരു ഗുണം പ്രകടിപ്പിക്കുന്നു ഓരോ അവതാരത്തിലും എന്ന് പറഞ്ഞു. അത് ലീല. അതായത് ഭഗവാൻ ഒരുപാട് ലീലകൾ ഇവിടെ കളിക്കുന്നുണ്ട്, ഒരുപാട് അവതാരങ്ങളുണ്ട്. പ്രിഡോമിനന്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ലീല കളിക്കാൻ വേണ്ടി വരുന്നത്. പക്ഷെ അതിന്റെ അർത്ഥം മറ്റുള്ള ഗുണങ്ങളില്ല എന്നല്ല. ഞാൻ ഉദാഹരണത്തിന് ഞാൻ മാതാജിയുടെ ഒരു ഉദാഹരണം പറയാം. മാതാജി നല്ലൊരു കുക്കാണ്, നല്ലൊരു പ്രീച്ചറാണ്, നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ലൊരു ഡിവോട്ടിയാണ്. ഇതൊക്കെ ക്വാളിറ്റിയാണ് മാതാജിയുടെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ക്ലാസ്സിൽ വരുമ്പോൾ ഏത് ക്വാളിറ്റിയാണ്? നല്ലൊരു ഡിവോട്ടി. അതാണ് പ്രദർശിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ അർത്ഥം മാതാജിക്ക് മറ്റുള്ള ക്വാളിറ്റീസ് ഇല്ല എന്നാണോ? മാതാജി നല്ല ആർട്ടിസ്റ്റാണ്, നല്ല ഡിവോട്ടിയാണ്, നല്ലൊരു പ്രീച്ചറാണ്, നല്ലൊരു കുക്കാണ്. ഇതെല്ലാം മാതാജിയിലുണ്ട്. പക്ഷെ ഇവിടെ പ്രദർശിപ്പിക്കുന്ന ക്ലാസ്സിൽ വരുമ്പോൾ യു ആർ എ ഗുഡ് ഡിവോട്ടി. മറ്റതും ഉണ്ട്, പക്ഷെ അത് പ്രദർശിപ്പിക്കുന്നില്ല ഇപ്പോൾ. അതേപോലെ ഭഗവാന്റെ ഏതൊരു അവതാരത്തിലും എല്ലാ ക്വാളിറ്റീസും ഉണ്ട്, എല്ലാ എനർജീസും ഉണ്ട്. പക്ഷെ നരസിംഹലീല ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് എടുക്കുകയാണെങ്കിൽ, നരസിംഹന്റെ ആ ഒരു പെർട്ടിക്കുലർ പ്രഹ്ലാദിന്റെ ആയിട്ടുള്ള ആ ഒരു ലീലയിൽ ഒരു പെർട്ടിക്കുലർ ആ ഹിരണ്യകശിപുവിനെ കൊല്ലാനുള്ള ആ പ്രോവസ് ആണ് കാണിക്കുന്നത്. തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഏത് രൂപമെടുത്തിട്ട് ആ ശത്രുവിനെ നശിപ്പിക്കും, ആ ഒരു മാത്രമേ, ബാക്കിയൊന്നും കാണിക്കുന്നില്ല അവിടെ. അപ്പൊ അതിന്റെ അർത്ഥം നരസിംഹ അവതാരത്തിന് വേറെ ഒന്നും ഇല്ല, ക്വാളിറ്റി ഇല്ല എന്നല്ല, പ്രദർശിപ്പിക്കുന്നില്ല എന്ന് മാത്രം. ക്ലിയർ ആയി മാജി? അപ്പൊ നമ്മുടെ കൃഷ്ണാവതാരത്തിൽ എല്ലാതും എടുത്തിട്ടുണ്ടല്ലോ. കൃഷ്ണാവതാരത്തിലെല്ലാം ഉണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കുക. കൃഷ്ണാവതാരത്തിൽ അതിനുള്ള സ്കോപ്പ് ഉണ്ട്. എല്ലാ തരത്തിലുള്ള മെലോസും രസങ്ങളും പ്രദർശിപ്പിക്കാനുള്ള സ്കോപ്പും എല്ലാ ക്വാളിറ്റീസും എല്ലാ എനർജീസും അവിടെ പ്രദർശിപ്പിക്കാനുള്ള സ്കോപ്പ് കൃഷ്ണാവതാരത്തിനുണ്ട്. എല്ലാ അവതാരത്തിനും അതില്ല. രാമാവതാരത്തിനില്ല, പരശുരാമനില്ല, മത്സ്യ, കൂർമ്മ, വരാഹ, വാമന, നരസിംഹ, ഇവർക്കൊന്നും ഫുൾ സ്കോപ്പില്ല.
അതാണ് എൻ്റെ അർത്ഥം. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡ്രാമ കളിക്കുകയാണ്. ഒരു ഡ്രാമ കളി ഒരു ഡോക്ടറാണ്, ആക്ച്വലി ഡോക്ടറാണ് അയാൾ ബൈ പ്രൊഫഷൻ. പക്ഷേ ഡ്രാമയിൽ അയാൾ കള്ളനായിട്ടാണ്, ഈ ഡോക്ടർ കള്ളനായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ ഡ്രാമ കളിക്കുന്ന സമയത്ത് ഞാൻ ഡോക്ടറാണ് എന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ അവിടെ ആ കള്ളനായിട്ട് തന്നെ അവർ അഭിനയിക്കണം. അവിടെ ഡോക്ടറുടെ കാര്യം മറന്നു. ഇവിടെ ഭഗവാൻ കൃഷ്ണൻ വൃന്ദാവന ലീലയില് എന്താണ്, അവിടെ സഖ ഗോപികമാരുടെ പ്രാണനാഥനാണ്, ഗോപന്മാരുടെ സഖാണ്, മറ്റുള്ളവരുടെ എന്താ ഇത് മാസ്റ്ററാണ്. പക്ഷേ ഒരിക്കലും ഭഗവാൻ അവിടെ ഭഗവാനായിട്ട് ലീലകൾ കളിക്കുന്നില്ല. കാരണം അവിടെ ഭഗവാനായി അഭിനയിച്ചാൽ, ആ അഭിനയം അതായത് ശരിക്കും ജീവിച്ചാൽ പിന്നെ ആ ലീലകൾക്ക് ആസ്വാദിക്കാൻ ഭഗവാനും പറ്റില്ല, ഭഗവാന്റെ ഭക്തന്മാർക്കും പറ്റില്ല. അപ്പൊ ആ ഒരു ഡ്രാമയില് ഇത്രയും സ്കോപ്പേ ഉള്ളൂ. ഭഗവാൻ തന്നെ മറക്കുന്നു. ഭഗവാൻ തൻ്റെ ഭക്തന്മാരോടും പറയുന്നു, നിങ്ങൾ തൽക്കാലം സാധാരണ ജനങ്ങളായിട്ട് അഭിനയിച്ചാൽ മതി. അതേപോലെ സാധാരണ ജനങ്ങളായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ മാത്രമേ അതിന് ഇന്റൻസിറ്റി കൂടൂ. ഇപ്പോൾ മാധുര്യഭാവത്തിലും വാത്സല്യഭാവത്തിലും സഖ്യഭാവത്തിലും ദാസ്യഭാവത്തിലും ഉള്ള ആ ഒരു റിലേഷൻഷിപ്പില് ബന്ധത്തിന് ഇന്റൻസിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും മറക്കണം. ഒന്ന് ഭഗവാൻ മറക്കണം, ഭഗവാൻ അല്ല എന്നുള്ളത് മറക്കണം, അത് മറക്കണം, ഭഗവാനാണെന്നുള്ളത് മറക്കണം. അതേപോലെ ബ്രജവാസികളും മറക്കണം, ഭഗവാന്റെ പാർഷദന്മാരാണ്, അവർ ഗോലോകത്തിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരാണെന്നെല്ലാം മറക്കണം. അപ്പോൾ മാത്രമേ ആ മെലോസ്, അതിന്റെ ഇന്റൻസിറ്റി, തീവ്രത, ആ ഫീലിങ്സ് ഉണ്ടാവുള്ളൂ. ഓക്കെ മാജി. മംഗളം മാതാജി. ഹരേ ഹരേ കൃഷ്ണ. മംഗളമാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. അതിലെ അജോബി എന്നുള്ളതിനെ അർത്ഥം കൊടുത്തിരുന്ന ജനനരഹിതൻ എന്നാണ്. അതന്നെയല്ലേ പറഞ്ഞത് പ്രഭുജി? അതെ, അജാ പറഞ്ഞ അൺബോൺ. അതെ, അതായത് ജന്മമില്ലാത്തവൻ. അതന്നെയല്ലേ ഇവിടെ ആദിമം എന്ന അർത്ഥത്തില്? ആദിമം എന്ന് പറഞ്ഞത് ഏതാണ് എക്സാക്ട്ലി ഇവിടെ? അതന്നെയാണ് അല്ലേ? ജന്മമില്ലാത്തവൻ എന്നർത്ഥം. നമുക്ക് ജന്മമില്ല. നമ്മുടെ ശരീരം മാത്രമേ ജനിക്കുന്നുള്ളൂ. ഭഗവാൻ അത് നടക്കുന്നില്ല. കാരണം നമ്മുടെ ആത്മാവ് അജമാണ്, അൺബോൺ. ശരീരം മാറുന്നുള്ളൂ. എന്നിപ്പോ എനിക്ക് മനുഷ്യന്റെ ശരീരം, എന്റെ കർമ്മത്തിന്റെ അനുസരിച്ച് അടുത്ത ജന്മം നമ്മൾക്ക് ദേവതര ശരീരോ മൃഗത്തിന്റെ പക്ഷിയുടെ എന്ത് വേണമെങ്കിൽ കിട്ടാം. അപ്പൊ ശരീരം മാത്രമാണ്. അതുകൊണ്ട് അപ്പൊ മമൈവാംശം എന്ന് പറയുന്നുണ്ടല്ലോ, ഭഗവാന്റെ അംശമാണ് എന്ന് പറയുന്നില്ലേ? ഭഗവാന്റെ അംശം എന്താണ്? സ്പിരിറ്റ്, സോൾ മാത്രം. സോള്. ആ സോളിനല്ലേ ഇപ്പൊ നാശമില്ല എന്ന് പറഞ്ഞത്? അതെ, സോളിന് നാശമില്ല, മറ്റത് നശിച്ചുകൊണ്ടിരിക്കും, ശരീരം നശിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു ആരംഭമില്ലേ? ഭഗവാന്റെ വരുമ്പോ നമുക്കൊരു ആരംഭമില്ലേ അവിടെ? ഭഗവാനിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് പറയുന്നത്. ശരീരം കിട്ടുമ്പോ മാത്രമേ, ശരീരത്തിന് മാത്രമേ ആരംഭമുള്ളൂ. അതെ, ശരീരത്തിന് മാത്രമേ ആരംഭമുള്ളൂ, മറ്റേ സോളിന് ആരംഭമില്ല. അതുകൊണ്ടാണ് മമ മാംസ ജീവലോകെ ജീവഭൂത സനാതന. സനാതന പറഞ്ഞ എറ്റേണൽ. അവിടെ ബിഗിനിങ്ലെസ്, എൻഡ്ലെസ്. ബിഗിനിങ്ങും ഇല്ല, എൻഡും ഇല്ല. അതിങ്ങനെ ദേഹം മാറിക്കൊണ്ടിരിക്കും. അപ്പൊ എത്രത്തോളം കാലം നമ്മൾ ഈ ഭൗതിക ലോകത്തുണ്ടോ അത്രത്തോളം കാലം നമ്മൾ ഭൗതിക ശരീരം സ്വീകരിക്കും. ഇവിടുന്ന് മുക്തി കിട്ടിയാൽ നമുക്ക് നമ്മളുടെ ഒറിജിനൽ ആയിട്ടുള്ള സ്വരൂപത്തിലേക്ക് വരും, ആധ്യാത്മിക ശരീരത്തിലേക്ക്. അപ്പൊ അവിടെ ആത്മാവും ശരീരവും തമ്മിൽ യാതൊരു അന്തരം ഉണ്ടായിരിക്കില്ല. അപ്പൊ ദേഹം ദേഹി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ മാജി. വേറെ എന്തെങ്കിലും? നമ്മുടെ റെഗുലർ ശ്ലോകം ഏതാ? 6:30 പ്രഭുജി.
6:30. ഓ, കഴിയാറായത് അല്ലേ? 34 അല്ല. പ്രഭുജി, ആ, ഒരു ചെറിയൊരു കാര്യം ചോദിച്ചോക്കട്ടെ. ഇതിലുള്ളത് തന്നെയാണ്, 4-ാമത്തെ അധ്യായത്തിലുള്ളത് തന്നെയാണ്. ബ്രഹ്മഭൂത എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം ഉണ്ട്. ഒരു ഉം, മിനിറ്റ്. അതില് ബ്രഹ്മാഗ്നോ എന്ന് പറയുന്നത് എന്താന്നൊന്ന് പറഞ്ഞു തരുമോ? പറയൂ. ഒരു മിനിറ്റ്. ഒരു മിനിറ്റ്. ആ പിന്നെ 4-ാമത്തെ അധ്യായത്തിൽ തന്നെ 24-ാമത്തെ ശ്ലോകം. വായിക്കൂ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം. അതില് ട്രാൻസ്ലേഷൻ വായിക്കൂ. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ അതിന്റെ അർത്ഥം, അതിന്റെ 2-ാമത്തെ വരിയും കൂടി വായിക്കാം. ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മ കർമ്മ സമാധിന. ഉം, വിവർത്തനം ശിലപ്രഭാത് ജയ. കൃഷ്ണാവബോധത്തിൽ മുഴുകിയ ഒരാൾ ആധ്യാത്മിക പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പണം ചെയ്തുകൊണ്ട് നിശ്ചയമായും ആത്മീയ ലോകത്തിൽ എത്തിച്ചേരും. അങ്ങനെയുള്ള യജ്ഞത്തിൽ ഹവിസ്സും യജ്ഞ അഗ്നിയും രണ്ടും ആത്മീയ സ്വഭാവം ഉള്ളവയാണ്. ഉം. അപ്പൊ നമ്മള് തിരിച്ച് നമ്മളുടെ ആത്മീയ ലോകത്തിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഭഗവാനെ അർപ്പിക്കുകയാണ് എല്ലാം. ബ്രഹ്മൻ പറഞ്ഞാൽ നമ്മൾ സ്വയം ആത്മാവിനെ അർപ്പിക്കുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു തലത്തിലെത്തിയിട്ടുള്ള ഒരു വ്യക്തി അർപ്പിക്കുന്നതും അർപ്പിക്കപ്പെടുന്നതും അതെല്ലാം ആത്മീയ തലത്തിലായി തീരും. അപ്പോൾ അതിൽ വ്യത്യാസം ഇല്ല എന്നാ പറയണത്. അപ്പൊ നമ്മളുടെ ബ്രഹ്മ എന്ന് പറഞ്ഞാൽ അവിടെ ഇൻഡിവിജ്വൽ സോൾ ആത്മാവിനെ തന്നെ ഭഗവാന് സമർപ്പിക്കുകയാണ്. ആ തലത്തിൽ എത്തിയ വ്യക്തി അർപ്പിക്കുന്നതും അർപ്പിക്കപ്പെടുന്നതും എല്ലാം എന്താണ്? ആത്മീയമാണ് എന്ന് പറയുന്നു. മനസ്സിലായോ മാതാജി? ആത്മാവിനെ തന്നെ ഭഗവാന് സമർപ്പിക്കും. എല്ലാം ആത്മീയമാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഈ ബ്രഹ്മർപ്പണം ബ്രഹ്മഹവിർ എന്ന് പറയുന്നത് അത് ശരിക്കും ഒരു ഹോമത്തിനെ കുറിച്ചിട്ടല്ലേ പറയണത്? അതന്നെ. ഇപ്പൊ നമ്മൾ ഈ ഹോമം യജ്ഞമൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്, അറ്റ് ലാസ്റ്റ് അല്ലേ? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. പക്ഷെ പല ആൾക്കാരും ഭൗതിക ലാഭത്തിന് വേണ്ടി ചെയ്യുന്നു. അതിന്റെ എല്ലാ കാര്യം പറയണം ഇവിടെ. ഭഗവാനെ പ്രീതിപ്പെടുത്തുകയാണെങ്കിൽ അത് അതിന്റെ ലെവൽ മാറി, അത് ആത്മീയ തലമായി. മറ്റത് നമ്മൾ ഹിരണ്യകശിപും മെഡിറ്റേറ്റ് ചെയ്യുന്നുണ്ട്, അല്ലേ? ഹിരണ്യകശിപം എന്തിനാണ് മെഡിറ്റേറ്റ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഇന്ദ്രിയ ഇതിന് വേണ്ടിയിട്ട്. അതായത് അദ്ദേഹത്തിന് മിസ്റ്റിക്കൽ പവർ വേണം, സിദ്ധി വേണം. ഭഗവാന്റെ പ്രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശമല്ല. അപ്പൊ അവിടെ ഈ ശ്ലോകം അപ്ലിക്കബിൾ അല്ല. പക്ഷെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്, ഭഗവാന്റെ ആസ്വാദനത്തിന് വേണ്ടിയിട്ട്, സന്തോഷത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്ന ഹോമയജ്ഞാദികളെ അതെല്ലാം ആത്മീയമാവുന്നു. ചുരുക്കത്തിൽ നമ്മളടക്കം, ഈ ചെയ്യുന്ന വ്യക്തി അടക്കം, ചെയ്യുന്ന വ്യക്തിയും സാമഗ്രികളും എല്ലാ ഇൻഗ്രീഡിയൻസും അതിന്റെ റെസിപ്പിയൻസും എല്ലാം ആത്മീയ തലത്തിലുള്ളാവുന്നു. ഓക്കെ, താങ്ക് യു. 30 അല്ലേ? 6:30 അല്ലേ? അതെ. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചാമേ ന പ്രണശ്യതി. യോമാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സചാമേ ന പ്രണശ്യതി. ഓക്കെ, മംഗളമാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി
തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. ഹരേ കൃഷ്ണ. ഹരി ഓം. ശ്യാമള മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. ഹരേ കൃഷ്ണ. സുചി മാതാജി. ഹരേ കൃഷ്ണ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. ഹരേ കൃഷ്ണ. സ്മിത മാതാജി. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. യോ മാം പശ്യതി സർവത്ര സർവം ച മയി പശ്യതി തസ്യാഹം ന പ്രണശ്യാമി സ ച മേ ന പ്രണശ്യതി. ഹരേ കൃഷ്ണ. എന്റെ വിവർത്തനം കൂടി വായിച്ചോളൂ മാതാജി. ഹരേ കൃഷ്ണ. എവിടെയും ഞാൻ കുടികൊള്ളുന്നതായും എല്ലാം എന്നിൽ അടങ്ങുന്നതായും കാണുന്നവനെ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുകയില്ല. എനിക്ക് അവനും നഷ്ടപ്പെട്ടു പോവില്ല. ഹരേ കൃഷ്ണ. Very well. For one who sees me everywhere and sees everything in me, I am never lost, nor is he ever lost to me. ഭഗവാൻ എന്താ പറയുന്നത്? ഏത് വ്യക്തിയാണോ എന്നെ എല്ലാ സ്ഥലത്തും കാണുന്നത്, അത് മാത്രമല്ല ആൻഡ് സീസ് എവറിത്തിങ് ഇൻ മീ, എല്ലാതും എന്നിൽ കാണുന്നു, അങ്ങനത്തെ ആൾക്കാർക്ക് ഐ എം നെവർ ലോസ്റ്റ്, നോർ ഈസ് ഹി എവർ ലോസ്റ്റ് മീ. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഓൾ പെർവേസീവ് നേച്ചർ, എല്ലാറ്റിലും ഭഗവാനുണ്ട്, എല്ലാവരും ഭഗവാനുണ്ട് അല്ലേ? ഇത് എങ്ങനെ മനസ്സിലാക്കാം? ഞാൻ നേരത്തെ ഒരു ക്ലാസ്സിൽ ഇതേ ശ്ലോകം എടുത്തപ്പോൾ ഒരു ഉദാഹരണം കൊടുത്തു. എൻ്റെ പോക്കറ്റിൽ 10 റുപ്യ ഉണ്ട്. എൻ്റെ പോക്കറ്റിൽ 10 റുപ്യ ഉണ്ട്. 10 രൂപയിൽ പോക്കറ്റ് ഉണ്ടോ? ഉണ്ടോ? അതേപോലെ ഭഗവാൻ പറയുന്നത്, എൻ്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്, പക്ഷേ 10 രൂപയിൽ പോക്കറ്റ് ഉണ്ടോ? മംഗളമാതാജി. 10 രൂപയില് പോക്കറ്റില് 10 രൂപയില് പോക്കറ്റ് ഉണ്ടോ ചോദിച്ചാ പ്രത്യക്ഷത്തിലില്ല. അപ്പൊ പരോക്ഷമായിട്ടുണ്ട്. അങ്ങനെ മാതാജി ഒക്കെ ഭഗവാന്റെതല്ലേ. പരമാത്മ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ശ്ലോകം വിടും. ഞാൻ ഒരു ഉദാഹരണം, മെറ്റീരിയൽ എക്സാമ്പിൾ കൂടെ. എന്റെ പോക്കറ്റിൽ 10 രൂപയുണ്ട്. 10 രൂപയിൽ പോക്കറ്റ് ഉണ്ടോ? ഇല്ല. ഭഗവാൻ എന്താ പറയണേ? ഭഗവാൻ എല്ലാത്തിലും ഉണ്ട്, എല്ലാവരും ഭഗവാനിലുണ്ട്. അത് ശരിയാണ്, പക്ഷെ ഞാൻ പറഞ്ഞ ഉദാഹരണം ശരിയല്ല. ഉദാഹരണം ശരിയല്ല. കാരണം അപ്പോ ഉദാഹരണത്തിൽ അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പക്ഷെ നമ്മൾ ഒരു മെറ്റീരിയൽ ഉദാഹരണം പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഭഗവാന്റെ ആ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്ന നേച്ചർ. ഭഗവാൻ എത്ര വേണമെങ്കിൽ വലിയവനാവാം, എത്ര വേണമെങ്കിൽ ചെറിയവനാവാം. നമ്മുടെ ഉള്ളിൽ ഭഗവാന് കയറാൻ പറ്റും. ഓക്കെ, നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഭഗവാന് കയറാൻ പറ്റും. എല്ലാവരും ഭഗവാനിലേക്കും കയറാൻ പറ്റും. അതാണ് ഭഗവാന്റെ പ്രത്യേകത. നമുക്ക് ആ കഴിവില്ല. അതാണ് ഇത് ആരറിയുന്നു അവർക്ക് ഞാനും നഷ്ടപ്പെടുന്നില്ല, എനിക്ക് അവരെയും നഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഇതാണ് ശരിക്കുള്ള അറിവ്. എന്തായാലും പർപ്പോട്ടിൽ നോക്കാം എന്താ പറയുന്നത്. എ പേഴ്സൺ ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് certainly sees Lord Krishna everywhere. അപ്പോൾ ഭഗവാനെ എല്ലാ ദിക്കിലും കാണുന്നുണ്ട്, ഭഗവാനെ അമ്പലത്തിലും കാണുന്നുണ്ട്. അമ്പലത്തിൽ അവിടെ അർച്ചവിഗ്രഹത്തിൽ കാണുന്നുണ്ട്. And he sees everything in Krishna. And he sees everything in Krishna. എല്ലാതും ഭഗവാൻ കൃഷ്ണനിൽ കാണുന്നു. അപ്പോൾ എങ്ങനെ ഭഗവാൻ കൃഷ്ണനിൽ എല്ലാവരും ഇങ്ങനെ കാണാൻ പറ്റുക? അത്തിരി കുറച്ചൊരു കൺഫ്യൂഷൻ ആയിട്ട് തോന്നും. ബട്ട് ഇൻ ഈച്ച് ആൻഡ് എവറി ഇൻസ്റ്റൻസ്
is conscious of Krishna, knowing that everything is a manifestation of Krishna. അപ്പൊ ഭഗവാന്റെ പ്രസൻസ് എങ്ങനെ നമുക്ക് മനസ്സിലാവുന്നത്? ഭഗവാന്റെ എനർജി എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നു. ആ വ്യക്തി രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റുമോ പറ്റില്ല, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ കാണുന്നതെല്ലാം ഭഗവാന്റെ ഡയറക്റ്റ്, മാതാജി പറഞ്ഞ പോലെ പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഭഗവാന്റെ എനർജിയാണ്. ഈ കാണുന്നത്, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് കാണുന്നതെല്ലാം പ്രത്യക്ഷത്തിലോ പരോക്ഷത്തിലോ ഭഗവാന്റെ എനർജി മാത്രമാണ്. അതേ ഭഗവാൻ പേഴ്സണലായിട്ട് സെപ്പറേറ്റ് ഉണ്ട്, മാറി നിൽക്കുന്നുണ്ട്. ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. Knowing that everything is a manifestation of Krishna's energy. Nothing can exist without Krishna, and Krishna is the Lord of everything. This is the basic principle of Krishna consciousness. അതായത് നമ്മള് ഭഗവാൻ അല്ലാതെ, ഭഗവാൻ കൃഷ്ണനല്ലാതെ ആരും ഇൻഡിപെൻഡന്റ് ആയിട്ടില്ല. എല്ലാം ഡിപ്പെൻഡന്റ് ആണ്, ഇന്റർ ഡിപ്പെൻഡന്റ് ആണ്. ഭഗവാൻ കൃഷ്ണൻ മാത്രമേ ഇൻഡിപെൻഡന്റ് ഉള്ളൂ. ഭഗവാൻ കൃഷ്ണനെ ശ്രീമദ് ഭാഗവതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യത്തെ ശ്ലോകത്തിലെ ആദ്യത്തെ സ്കന്ധം ആദ്യത്തെ അധ്യായത്തിലെ എന്താണ് ശ്ലോകം? ഓം നമോ ഭഗവതേ വാസുദേവായ. തേനേ ബ്രഹ്മഹൃദായ അധികവയെ മുഖ്യന്തി യത്സൂരയ തേജോ വാരിമുദാം യഥാ വിനിമയോ യത്രത്യ സർഗോമുഷ താംനാസേന സദാ നിരസ്തകുഹം സത്യം പരം ദീപ. ഹരേ കൃഷ്ണ. അതില് സ്വരാട്ട് പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ? ഉണ്ട് പ്രഭു, ഉണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? സ്വതന്ത്രനാണ്, പൂർണ്ണമായും സ്വതന്ത്രനായിട്ടുള്ളത് ഭഗവാൻ. പൂർണ്ണമായിട്ടും സ്വതന്ത്രനായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഭഗവാൻ ഏത് പൊസിഷനിലും ഭഗവാനായിട്ടും വരാം, ഭഗവാൻ ഭക്തനായിട്ടും വരാം, ഭഗവാൻ ചാരിയറ്റ് ഡ്രൈവറായിട്ട് വരാം, ഭഗവാൻ കൂർമ്മ, വരാഹ, വാമന, ഏത് രൂപത്തിലും വരാം. ഭഗവാൻ അല്ലാതാവുന്നില്ല. കാരണം പൂർണ്ണമായിട്ട് സ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ സ്വാതന്ത്ര്യം ഉണ്ടോ? ഇല്ല. ആ സ്വാതന്ത്ര്യം എന്താ പറഞ്ഞ? ഭഗവാൻ ഒന്നിനും ആശ്രയിക്കുന്നില്ല, മറ്റുള്ളതൊക്കെ അല്ല. നമ്മള് പല ആൾക്കാരെയും ആശ്രയിച്ച് ജീവിക്കുന്നു, ഭഗവാനെയും. അപ്പൊ നമ്മളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മള് പല ആൾക്കാരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. നമ്മള് ഇൻഡിപെൻഡന്റ് അല്ല. നമുക്ക് ഒരുപാട് ആൾക്കാരോട് കടമയുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 5 പേരുടെ കടമ അല്ലെ? നമുക്ക് റേൺ പറഞ്ഞാൽ ഒബ്ലിഗേഷൻസ്, കർത്തവ്യം, കടമ. നമ്മളുടെ ഈ ജീവിതം ഇങ്ങനെ സുഗമമായി പോകുന്നത് പല ആൾക്കാരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ട്, അറിഞ്ഞോ അറിയാതെയോ, പ്രത്യക്ഷത്തിലോ പരീക്ഷത്തിലോ. ആരൊക്കെയാണ്? 5 പേരോട് നമ്മൾ കടപ്പെട്ടവരായിരിക്കുന്നു. ആരൊക്കെയാണത്? ഋഷികടം, പിതൃകടം, മനുഷ്യർ, മറ്റുള്ള ഒരു സാഹചര്യമായിട്ടുള്ളത്, പിന്നെ മറ്റു ജീവജാലം. അപ്പൊ അത് തേജസ്, ഋഷിവര്യന്മാര്. ഓക്കെ, നമ്മളുടെ സ്വന്തം ആൻസെസ്റ്റേഴ്സ്, പേരൻസ്, ആൻസെസ്റ്റേഴ്സ്, പിന്നെ മറ്റു ജീവജാലങ്ങള്, ദേവതമാര്. ഓക്കെ, പിന്നെ ആരാണ്? ഒരാൾ കൂടി പിതൃക്കളായിട്ടും മറ്റു ജീവികളായിട്ടും. പിതൃക്കള്, മറ്റു ജീവജാലങ്ങള്, പിതൃക്കള്. അപ്പൊ ഇങ്ങനെ 5 പേർക്ക് നമുക്ക് മിനിമം, ഒരുപാടുണ്ട്, അതിലും മെയിൻ ആയിട്ടുള്ള അത് കാറ്റഗറീസ് 5 പേരാണ്. അപ്പൊ ഇവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കും. കാരണം വെച്ചാൽ ഇവരില്ലെങ്കിൽ നമ്മളില്ല. ഇപ്പൊ നമ്മളുടെ പൂർവികർ നമ്മളുണ്ടായിട്ടില്ല, ആൻസെസ്റ്റേഴ്സ്. നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടി, വീട്, സ്വത്ത്, കാര്യങ്ങളൊക്കെ തന്നതാരാണ്? നമ്മുടെ പൂർവികരാണ്, ആൻസെസ്റ്റേഴ്സ്. അപ്പൊ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അവര് ഒരുപാട് വൃക്ഷങ്ങളൊക്കെ നട്ട് അവര് അനുഭവിച്ചില്ല. അവരുടെ ശേഷം വന്ന ജനറേഷൻ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ ചക്ക, മാങ്ങ, കാര്യങ്ങളൊക്കെ, തേങ്ങയൊക്കെ തിന്നുന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ പൂർവികര് നട്ടുപിടിപ്പിച്ച് തന്നതാണ്, നമ്മൾ ആസ്വദിക്കുന്നു അല്ലേ? അപ്പൊ നമുക്ക് അവരോട് കടപ്പാടുണ്ട്. സേജസ്, ഋഷിവര്യന്മാര്, അവരാണ് നമുക്ക് ഭഗവത്ഗീത, ഭാഗവതം, രാമായണം, ഇതിഹാസങ്ങള്,
അതേപോലെ പുരാണങ്ങളൊക്കെ തന്ന്. അതുകൊണ്ടാണ് നമുക്ക് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. അപ്പൊ അവരോട് കടപ്പെട്ടിരിക്കുന്നു. ദേവതമാരോട് കാരണം എന്താ? അവരാണ് നമുക്ക് വായു, വെള്ളം, വെളിച്ചം, അഗ്നി, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇതേപോലെ ഇവിടെ വേണ്ടുന്ന, ജീവിക്കാൻ വേണ്ടുന്ന ഓരോ കാര്യങ്ങളുടെയും അധിഷ്ഠാത ദേവതമാരാണ് അവര്. കൃഷ്ണ, സോറി. അപ്പൊ അവരോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് കഴിഞ്ഞാൽ അഗ്നിക്ക് കുറച്ച് കൊടുക്കും. കണ്ടിട്ടുണ്ടോ? ചില ആൾക്കാർ കൊടുക്കുന്നുണ്ടാവും, അഗ്നിക്ക് കൊടുക്കും. കാരണം എന്താണ്? അവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട്. അവര് നമുക്ക് ഈ അഗ്നി ഇല്ലെങ്കിൽ നമുക്ക് പാചകം വെക്കാൻ പറ്റും, പാചകം ചെയ്യാൻ പറ്റും? ഇല്ല. അപ്പൊ അങ്ങനെ ഒരുപാട് ആൾക്കാരോട്, ദേവി ദേവതമാരോട് നമുക്ക് കടപ്പാടുണ്ട്. പിന്നെ മറ്റ് ജീവജാലങ്ങള്, എന്തിനാ? നമ്മുടെ ശരീരത്തില് ഗുഡ് ബാക്ടീരിയ, ബാഡ് ബാക്ടീരിയ ഉണ്ട്. അപ്പൊ ആ ഗുഡ് ബാക്ടീരിയ നമ്മുടെ ലൈഫ് സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നു, ബാഡ് ബാക്ടീരിയ അതിന് വിപരീതമായി നിൽക്കുന്നു. അപ്പൊ ആ ഗുഡ് ബാക്ടീരിയ ഇല്ലെങ്കിൽ നമ്മുടെ ശരീരം ശരിക്കും ഫങ്ഷൻ ചെയ്യില്ല. അതേപോലെ ഒരുപാട് ജീവജാലങ്ങൾ, ആനയായിക്കോട്ടെ, നായായിക്കോട്ടെ, പശു ആയിക്കോട്ടെ, ആടായിക്കോട്ടെ, മാടായിക്കോട്ടെ, വന്യമൃഗങ്ങളായിക്കോട്ടെ, കൃമികീടങ്ങളായിക്കോട്ടെ, ഇവരെല്ലാം ഡയറക്ട്ലി ഇൻഡയറക്ട്ലി നമ്മളുടെ ജീവിതത്തിന് സഹായിക്കുന്നു. അപ്പൊ അവരോട് ലിവിങ് എൻറ്റിറ്റീസ് അല്ലെ, അങ്ങനെ ഇവരോടൊക്കെ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ഇൻഡിപെൻഡന്റ് അല്ല. പക്ഷെ ഭഗവാന് ഒരാളും കടപ്പാടില്ല. കാരണം ഇതിന്റെ മൂല കാരണം ആരാണ്? ഭഗവാൻ. ആത്മാരാമൻ എന്ന് പറയുന്നത്. മാതാജി, ആത്മാരാമൻ എന്ന് പറയുന്നു. ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ? അല്ല, ഭഗവാൻ അതുകൊണ്ടാണല്ലോ ആത്മാരാമൻ എന്ന് പറയുന്നത്. അതെ, ആത്മാരാമൻ എന്ന് പറഞ്ഞാൽ ആത്മാവിൽ രമിക്കുന്നവൻ. വേറെ ആളുടെ ആവശ്യമില്ല. നമുക്ക് രമിക്കണം എന്നുണ്ടെങ്കിൽ വേറെ ആൾ വേണം അല്ലേ? സോ ഹീസ് സെൽഫ് സാറ്റിസ്ഫൈഡ്. നമുക്ക് അങ്ങനെ പറ്റില്ല. പക്ഷെ ഭഗവാൻ ലീലകൾ കളിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ ഡിവോട്ടീസിനെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയിട്ട് പല ലീലകളും കളിക്കുന്നു മാത്രം. സോ നത്തിങ് ക്യാൻ എക്സിസ്റ്റ് വിതൗട്ട് കൃഷ്ണ, ആൻഡ് കൃഷ്ണ ഇസ് ദ ലോർഡ് ഓഫ് എവറിഥിങ്. ദിസ് ഈസ് ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് കൃഷ്ണ കോൺഷ്യസ്നസ്. Krishna consciousness is the development of love of Krishna. Position transcendental even to material liberation. കൃഷ്ണ കോൺഷ്യസ്നസ് എന്ന് പറഞ്ഞാൽ മുക്തിക്കും അപ്പുറമാണ്. അപ്പൊ എന്താണ് മുക്തിക്കും അപ്പുറം എന്ന് പറയുന്നത്? മുക്തിയല്ലേ നമ്മുടെ അൾട്ടിമേറ്റ് ചോദ്യം. അപ്പൊ ഇവിടെ മുക്തി എന്താണ്? ഇംപേഴ്സണൽ ലിബറേഷൻ, ജ്ഞാനികളുടെ ലിബറേഷനാണ്. ജ്ഞാനികളുടെ ലിബറേഷൻ എന്താണ്? അത് ഇൻകംപ്ലീറ്റ് ആണ്. അത് ബ്രഹ്മജ്യോതിയിൽ ലയിക്കും എന്നുള്ള തെറ്റിദ്ധാരണയോട് കൂടിയിട്ടുള്ള ലിബറേഷൻ, ഇംപേഴ്സണൽ ലിബറേഷൻ. അതിലും ഉപരിയാണ് എന്ത്? ലവ് ഓഫ് കൃഷ്ണ എന്ന് പറയുന്നത്. At this stage of Krishna consciousness, beyond self-realization, the devotee becomes one with Krishna, in the sense that Krishna becomes everything for the devotee, and the devotee becomes full in loving Krishna. Devotee becomes one with Krishna എന്ന് പറഞ്ഞാൽ ഭഗവാൻ കൃഷ്ണനാണ് എല്ലാം എന്നുള്ള തലത്തിലേക്ക് വരും. പിന്നെ ഭഗവാനെ സേവിക്കും. An intimate relationship between the Lord and the devotee then exists. അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നത്. ഭഗവാനെ സേവ ചെയ്യാനുള്ള ആ സ്വരൂപത്തിലേക്ക് നമ്മൾ വളരുന്നത്. In that stage, the living entity can never be annihilated, nor is the personality of God ever out of sight of the devotee. To merge in Krishna is spiritual annihilation. അപ്പൊ ഭഗവാനിൽ മെർജ് ചെയ്യാന്നുള്ള ആഗ്രഹത്തോടു കൂടി നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്നത് എന്താണ്? ആത്മീയ തലത്തിലുള്ള ആത്മഹത്യയാണ്. അതാണ് സ്പിരിച്വൽ അൻഹിലേഷൻ. നമ്മുടെ സ്പിരിച്വാലിറ്റി നമ്മുടെ കൊലയ്ക്ക് കൊടുക്കുകയാണ്, ആത്മഹത്യ ചെയ്യാണ്, ഇല്ലാതേക്കാണ്. A devotee takes no such risk. ബ്രഹ്മ ജ്യോതിനെ ലയിക്കണം എന്നുള്ള ആഗ്രഹം ഒരു ഡിവോട്ടിക്ക് ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ റിസ്ക് ഡിവോട്ടി എടുക്കില്ല. അത് ആത്മഹത്യ, അതിന് തുല്യമാണ്. ഇറ്റ് ഈസ് സ്റ്റേറ്റഡ് ഇൻ ദ ബ്രഹ്മ സംഹിത 5.30.
പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന ശന്തഃ സദൈവ ഹൃദയേഷു വിലോകയന്തി യം ശ്യാമസുന്ദരമചിന്യ ഗുണസ്വരൂപം ഗോവിന്ദമാദിപുരുഷം തമഹം ഭജാമി. ബ്രഹ്മാവ് ബ്രഹ്മസംഹിതയിൽ എന്താണ് പറയുന്നത്? I worship the primal Lord, Govinda, who is always seen by the devotee, whose eyes are anointed with the pulp of love. അപ്പൊ ആർക്കാണ് ഗോവിന്ദനെ കാണാൻ പറ്റുക? ആരുടെ നേത്രങ്ങളാണോ അഞ്ജനം എഴുതിയിരിക്കുന്നത്? എന്തിന്റെ അഞ്ജനം? പ്രേമാഞ്ജനം. നമ്മള് കണ്ണെഴുതില്ലേ, അഞ്ജനം എഴുത് അല്ലേ? അപ്പൊ ഇവിടെ ഏത് വ്യക്തിയുടെ നേത്രങ്ങളാണോ പ്രേമാഞ്ജനം എഴുതിയിരിക്കുന്നത് അവർക്ക് മാത്രം, അതാണ് പറഞ്ഞത് ഐസ് ആർ അനോയിന്റഡ് വിത്ത് ദ പൾപ്പ് ഓഫ് ലവ്. ഹീ സീൻ ഇൻ ഹിസ് എറ്റർണൽ. അവർക്ക് മാത്രമാണ് ഭഗവാന്റെ എറ്റർണൽ ഫോമിൽ കാണാൻ പറ്റൂ. ഇപ്പോൾ നമ്മളുടെ മാംസചക്ഷു കൊണ്ട് ഭഗവാനെ കാണാൻ പറ്റില്ല. അതിന് ആരുടെ നേത്രങ്ങളാണോ ആ പ്രേമത്തിന്റെ അഞ്ജനം എഴുതിയിരിക്കുന്നത് അവർക്ക് മാത്രമാണ് ദിവ്യചക്ഷു കിട്ടുള്ളൂ. So he is in his eternal form of Shyamasundara, situated within the heart of the devotee. അപ്പൊ നാം മറ്റുള്ള ഡിവോട്ടീസിന്റെ ഹാർട്ടിൽ മാത്രമേ ഉള്ളൂ ഭഗവാൻ. His eternal form of Shyamasundara, situated within the മറ്റുള്ളവരുടെ ഹൃദയത്തിൽ ഭഗവാൻ ഇല്ലേ? അവർക്ക് എന്തുകൊണ്ടാണ് കാണാൻ പറ്റുന്നില്ല? അവിടെ സാക്ഷിയായിട്ട് അവിടെ സാക്ഷിയായിട്ട് നിൽക്കില്ലേ? അവിടെ സാക്ഷിയായിട്ട് മാത്രമേ ഉള്ളൂ. ഡോർമെന്റ് ആണ് അതെ. ഭഗവാൻ, ഡോർമെന്റ് ആണ്. ഭഗവാന്റെ ശ്യാമസുന്ദര ഫോം ഡിവോട്ടീസിന് മാത്രമേ കാണാൻ പറ്റുന്നു. ഇതിൽ പറയുന്നുണ്ടല്ലേ, whose eyes are anointed with the pulp of love. പ്രേമമില്ലെങ്കിൽ, സ്നേഹമില്ലെങ്കിൽ ഭഗവാൻ ദർശിക്കാൻ പറ്റില്ല. മറ്റുള്ളവർക്ക് ഭഗവാന്റെ ആ സാന്നിധ്യം ഉണ്ടാവും, അത് മനസ്സിലാവില്ല. എപ്പോൾ മനസ്സിലാവും? ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കാതിരിക്കുന്നത്. ഭഗവാനുണ്ട്, പക്ഷെ ഭഗവാനെ കാണാൻ പറ്റില്ല. ഒരു ഭക്തന് മാത്രമേ ഭഗവാന്റെ പ്രസൻസ് ഫീൽ ചെയ്യാനും കാണാനും അത് അനുഭവിക്കാനും പറ്റും. മറ്റുള്ളവർക്ക് അതറിയില്ല. സോ അറ്റ് ദിസ് സ്റ്റേജ് ലോർഡ് കൃഷ്ണ നെവർ ഡിസപ്പിയേഴ്സ് ഫ്രം ദ സൈറ്റ് ഓഫ് എ ഡിവോട്ടി, നോർ ഡസ് ദ ഡിവോട്ടി നെവർ ലൂസ് ദ സൈറ്റ് ഓഫ് ദ ലോർഡ്. ആ തലത്തിലേക്ക് പ്രേമാഞ്ജനച്ചുരിത ഭക്തി വിലോചനേന, ആ തലത്തിലേക്ക് ഒരു ഡിവോട്ടി വളർന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഭഗവാന്റെ ആ വിഷൻ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് മാറില്ല. അതേപോലെ തന്നെ ഭഗവാനും തൻ്റെ ഡിവോട്ടിയുടെ വിഷൻ മാറില്ല. ഇൻ ദ കേസ് ഓഫ് എ യോഗി ഹു സീസ് ദ ലോർഡ് എസ് പരമാത്മ വിത്തിൻ ദ ഹാർട്ട്, ദ സെയിം അപ്ലൈസ്. ഇപ്പൊ യോഗിയുടെ ഹൃദയത്തിലും അതന്നെയാണ് അനുഭവപ്പെടുക. കാരണം പരമാത്മാവിൻ്റെലാണ് യോഗി ഫോക്കസ് ചെയ്യുന്നത്, യോഗ അഭ്യാസം ചെയ്യുന്നത് അല്ലേ? Such a yogi turns into a pure devotee and cannot bear to live for a moment without seeing the Lord. അങ്ങനെ യോഗാഭ്യാസം ചെയ്തിട്ട് അതിൻ്റെ പക്വതയിലെത്തി കഴിഞ്ഞാൽ, പൂർണ്ണമായിട്ടുള്ള അവസ്ഥയിലെത്തി കഴിഞ്ഞാൽ ആ യോഗി ഒരു ഭക്തനായിട്ട് ഭഗവാനെ കാണാൻ പറ്റും. ഭഗവാനെ കാണാണ്ട് ആ യോഗിക്ക് ഇരിക്കാനും പറ്റില്ല. cannot bear to live for a moment without seeing the Lord within himself. അപ്പൊ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ പരമാത്മാവിന്റെ രൂപത്തിലെ ഒരു യോഗി വര്യൻ സദാസമയം ഭഗവാനെ കണ്ട് ഉപാസിക്കുന്നു. പൂർണ്ണതയിലെത്തിയിട്ടുള്ള ഒരു യോഗി, സമാധിയിലെത്തിയിട്ടുള്ള ഒരു യോഗി. അതിന്റെ ഉദ്ദേശം, യോഗാഭ്യാസത്തിന്റെ ഉദ്ദേശം ഭഗവാന്റെ ആ ദർശനം കിട്ടുക എന്നുള്ള കാര്യം. അല്ലാണ്ട് ഭൗതിക തലത്തിലുള്ള സിദ്ധികൾക്ക് വേണ്ടി ചെയ്യുന്ന യോഗി വര്യന്മാർക്ക് അത് കിട്ടില്ല. ധ്രുവ മഹാരാജ് അവന് എനിക്ക് ഭഗവാന്റെ ദർശനത്തിന് വേണ്ടി ഇന്റൻസിലി പ്രേ ചെയ്തു, ധ്യാനിച്ചു 6 മാസം. 6 മാസം കഴിഞ്ഞപ്പോൾ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. നാരദ മഹർഷി എങ്ങനെയാണോ ഭഗവാനെ വർണ്ണിച്ചിരിക്കുന്നത് അതേ രൂപത്തിലും ഭാവത്തിലും ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, ദർശനം കൊടുത്തു. പക്ഷെ ആ ദർശനം കൊടുത്ത ശേഷം ഭഗവാന്റെ ആ സൗന്ദര്യം കണ്ട ശേഷം എന്തിനാണോ ആ ധ്യാനം ചെയ്തത് അതെല്ലാം മറന്നുപോയി. ധ്രുവൻ, ഞാൻ എന്തിനാണോ ഇവിടെ വന്നത്
അതെല്ലാം കുപ്പിച്ചില്ലുകളെ പോലെ ആയി എന്ന് പറഞ്ഞു. അതിന് പകരം ദിവ്യരത്നമാണ് ധ്രുവ മഹാരാജിന് കിട്ടിയത്. അപ്പോ ഞാൻ എപ്പോഴും പറയുന്നത്, നമുക്ക് വലിയൊരു മാളിക തരാണ് താമസിക്കാൻ. എല്ലാ സംവിധാനങ്ങളുണ്ട്. നൗക്കർ, ചാക്കർ, മിനിസ്റ്റേഴ്സ്, സെക്രട്ടറീസ്, പണം, എല്ലാം യഥേഷം. അപ്പോ അങ്ങനെ ഒരു മാളിക നമുക്ക് എല്ലാ സൗകര്യം കൂടെ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ ചെറിയൊരു കുടിലിന് നമ്മൾ എന്ത് പ്രാധാന്യം കൽപ്പിക്കും? അത് പോയാലൊന്നും കുഴപ്പമില്ല നമുക്ക്, അല്ലെ? നമ്മളിപ്പോ താമസിക്കുന്ന ആ വീടിന് നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുമോ? നമുക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കും. അതേപോലെ തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഭൗതിക തലത്തിലുള്ള ഇപ്പൊ ഇവിടെ ധ്രുവ മഹാരാജ് ഒരു പൊസിഷന് വേണ്ടിയിട്ടാണ്. ബ്രഹ്മാവിനെക്കാട്ടിലും കൂടുതൽ ഉയർന്ന ഒരു രാജാവിന്റെ പൊസിഷൻ എനിക്ക് വേണം, അതിന് വേണ്ടിയിട്ടാണ്. അത് ഒരു കുപ്പിച്ചില്ലുകളെ പോലെയായി. ഇവിടെ ദിവ്യരത്നം കിട്ടിയപ്പോ ഈ കുപ്പിച്ചില്ലിന് എന്ത് പ്രാധാന്യം? അതേപോലെ തന്നെ യോഗി ഭഗവാന്റെ ആ ഡിവോഷണൽ സർവീസിന് വേണ്ടിയിട്ടാണ് യോഗാഭ്യാസം ചെയ്യുന്നതെങ്കിൽ ഓക്കെയാണ്. അല്ല, വെറും ഭൗതിക ലാഭത്തിനാണ് യോഗാഭ്യാസം ചെയ്യുന്നത് പറഞ്ഞാൽ ഭഗവാന്റെ ദർശനം കിട്ടില്ല. ഹരേ കൃഷ്ണ. എന്തെങ്കിലും എന്തായാലും പ്രഭു, മരണത്തിന് ശേഷം ഒരു നല്ല ജീവിതം പ്രതീക്ഷിക്കാന്നുള്ളതിലല്ലേ ഇപ്പൊ നമ്മളൊക്കെ ചെയ്യണത്. എന്താണ്? മരണത്തിന് ശേഷം കിട്ടേണ്ട ഒരു കാര്യമായിട്ട് മാറുന്ന പോലെ തോന്നണം. അല്ലല്ല, മരണത്തിന് ശേഷമല്ല. നാരദ മഹർഷിക്ക് മരണത്തിന് ശേഷം കണ്ടത്. നാരദ മഹർഷി ഭക്തി വേദാന്ത ഡിവോട്ടീസിന്റെ അടുത്ത് നിന്ന് അവരുടെ അനുഗ്രഹം കിട്ടിയ ശേഷം അത് നടക്കാൻ തുടങ്ങി. അതായത് കുന്നുകളും മലകളും പുഴകളും സാഗരങ്ങളും പൂന്താനങ്ങളും നഗരങ്ങളും എല്ലാം താണ്ടി അദ്ദേഹം നടന്നു പോയിക്കൊണ്ട സമയത്ത് ഒരു സ്ഥലത്തിരുന്ന് ധ്യാനിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹത്തിന് പരമാത്മാവിന്റെ തൻ്റെ ഹൃദയത്തിൽ ദർശനം കിട്ടിയത് അതേ ലൈഫിൽ. അപ്പൊ നമ്മൾ പൂർണ്ണമായിട്ടും ഈവൻ പ്രഭുപാദായിട്ട് ചോദിക്കുന്നുണ്ടോ, ഡിവോട്ടി ചോദിക്കുന്നുണ്ടോ പെർഫെക്ഷൻ? നമ്മൾക്ക് പെർഫെക്ഷൻ കിട്ടണമെങ്കിൽ എത്ര സമയം എടുക്കും, എത്ര ജന്മം? അപ്പൊ പ്രഭുപാദ വളരെ സീരിയസ് ആയിട്ട് 1 minute ഖട്വാങ്ക മഹർഷിയുടെ എന്നിട്ട് കഥ പറയാണ് പ്രഭുപാദ. ഖട്വാങ്ക മഹർഷിക്ക് ഒരു മുഹൂർത്തം ഉണ്ടായിരുന്നുള്ളൂ. ആ മുഹൂർത്തം പൂർണ്ണമായിട്ടും ഭഗവാനെ ധ്യാനിച്ച് ഖട്വാങ്ക മഹർഷി എവിടെ പോയി? വൈകുണ്ഠത്തിൽ പോയി. അപ്പൊ നമുക്ക് ഈ ലൈഫിൽ തന്നെ നമുക്ക് കിട്ടും. അതിന് മരിക്കണം എന്ന് ആവശ്യമില്ല. അതിന് മരിക്കണം എന്ന് വെച്ചാൽ ഈ ദേഹം ദേഹം എന്തായാലും നമുക്ക് ത്യജിച്ചേ പറ്റൂ. ആ ദേഹം ത്യജിച്ച് നമുക്കൊരു ആത്മീയ ദേഹം കിട്ടുക എന്നുള്ളത് ഫോർ എറ്റേണിറ്റി നമ്മൾ ഭഗവാനെ ദർശിക്കുന്നു. നാരദ മഹർഷിക്ക് പറഞ്ഞു, ഇനി ഞാൻ ദർശനം കിട്ടില്ല, ഇനി പൂർണ്ണമായിട്ടും എപ്പോ പ്യൂരിഫൈ ചെയ്യുന്നു അപ്പോൾ മാത്രമേ കണ്ടിന്യൂസ്. ആ സമയത്ത് 24 മണിക്കൂറും എൻ്റെ ഒപ്പമായിരിക്കും എപ്പോഴും. എപ്പോ ആണെങ്കിലും എൻ്റെ അടുത്ത് വരാം. ആ ഒരു ഇതും കൂടി കൊടുക്കും. അപ്പോൾ ഉടനെ ആ ദേഹം വെടിഞ്ഞ ശേഷം അദ്ദേഹം നാരദനായിട്ട് ജനിക്കുന്നത്. അപ്പൊ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ദേഹം വെടിഞ്ഞാൽ മാത്രമേ നമുക്ക് കിട്ടുമൊന്നുമില്ല. വേണമെങ്കിൽ ഈ നിമിഷത്തിൽ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. പ്രഭു, അപ്പോ ഈ പാണ്ഡവര് സ്വർഗം വരെ പോയിട്ടുള്ളൂ എന്ന് പറഞ്ഞത് അപ്പൊ എന്തുകൊണ്ടാണ്? സ്വർഗം വരെ അത് മഹാഭാരതത്തിലല്ലേ പറഞ്ഞിരിക്കുന്നു. മഹാഭാരതം ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഡിവോട്ടീസിന് വേണ്ടിയിട്ടില്ല. അത് സാധാരണ ജനങ്ങൾക്കുള്ള ഒരു ജനറൽ ഇതാണ്. മഹാഭാരതത്തിൽ പറയുന്നതും ഭാഗവതത്തിൽ പറയുന്നതും രണ്ട് ഒരു ഹിസ്റ്റോറിക് ഈവന്റ് ആണ് അവിടെ നിന്ന്. സാധാരണ നമ്മളുടെ ഭൗതിക ജീവിതത്തിലെ കർമ്മകാണ്ഡം അനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാർക്ക് വൈകുണ്ഠം ഒന്നല്ല, അവർക്ക് സ്വർഗലോകമുണ്ട്. അപ്പൊ സ്വർഗത്തിലെത്തി പറഞ്ഞാൽ എല്ലായി. അത് സാധാരണ ജനങ്ങൾക്ക് ഒരു ഇതാണ്. അപ്പൊ ഇതിഹാസം അതും ശരിയാണ്, അങ്ങനത്തെ ആൾക്കാർക്ക് സ്വർഗം കിട്ടും. പക്ഷേ ഭാഗവത സിദ്ധാന്തം അനുസരിച്ചിട്ട് ഡിവോട്ടീസിന് സ്വർഗമല്ല വേണ്ടത്. കാരണം ഡിവോട്ടീസിന് അറിയാം സ്വർഗവും ടെമ്പററി ആണ്, അവിടുത്തെ ആസ്വാദനം ടെമ്പററിയാണ്. അപ്പൊ അവര് വൈകുണ്ഠ ലോകത്തേക്ക് പോയത് എന്തുകൊണ്ടാണ് പറയുന്നത്? അപ്പൊ എന്നാലല്ലേ മറ്റുള്ളവർക്ക് ഒരു ഇതുണ്ടാവുക? അല്ല, അതന്നെ പറയണത്. ഓരോരുത്തരുടെ കോൺഷ്യസ്നെസ് ജനറൽ പബ്ലിക്കിന് അത്. ഞാൻ ഒരു ഉദാഹരണം പറയാം.
ചൈതന്യ മഹാപ്രഭു ശ്രീവാസാങ്കലില് എന്താണ് രാത്രി മുഴുവന് അവര് ഭക്തന്മാരോട് കൂടിയിട്ട് എന്താണ് ചർച്ച ചെയ്തത്? ശ്രീമദ് ഭാഗവതം ലീലകള്, ഭഗവാന്റെ ലീലകള്. പൊതുജനങ്ങൾക്ക് എന്താണ് ചൈതന്യ മഹാപ്രഭു കൊടുത്തത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം. അവർ പ്യൂരിഫൈ ആയാൽ മാത്രമേ ഇത് ദഹിക്കുള്ളൂ. അല്ലെങ്കിൽ പോത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ല പറഞ്ഞ പോലെ ആയിരിക്കും. അപ്പൊ ഇത് എന്ത് വൈകുണ്ഠം പറഞ്ഞാലും അവർ നന്നാവാൻ പോകില്ല. അപ്പൊ സ്ലോലി ആൻഡ് ഗ്രാജുവലി അവരെ പ്യൂരിഫൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ആസ്വദിക്കാം, സ്വർഗത്തിൽ പോവാം. അപ്പൊ ആ കെയർ ഓഫിൽ നമ്മൾ പതുക്കെ പതുക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, പാപങ്ങൾ നിർത്തും. അങ്ങനെ നമ്മൾ പതുക്കെ പതുക്കെ കയറി ഒരു ഡിവോട്ടി ആവും. ഡിവോട്ടി ആയാൽ ഭഗവാൻ ആരാണ് നമ്മളാണ് മനസ്സിലാക്കും. അങ്ങനെ നമ്മൾ ശരിക്കുള്ള സിദ്ധാന്തത്തിലേക്ക് വരും. അപ്പൊ അത് ജനറൽ പബ്ലിക്കിനാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ജനറൽ പബ്ലിക്. പക്ഷെ എക്സംഷൻഡ് ഡിവോട്ടീസിന് ആ റൂൾസ് ആൻഡ് റെഗുലേഷൻ ബാധകമല്ല. അവർക്ക് ശ്രീമദ് ഭാഗവതം പറഞ്ഞാൽ മനസ്സിലാവും, മറ്റുള്ളവർക്ക് ശ്രീമദ് ഭാഗവതം മനസ്സിലാവില്ല. മനസ്സിലായാലും അത് മനസ്സിലായിട്ടില്ല. കാരണം അത് പ്രകാരം അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വായിക്കുന്ന ആൾക്കാർ അത് പ്രകാരം ജീവിക്കും. അപ്പൊ അതുകൊണ്ട് മനസ്സിലായിട്ടില്ല. അപ്പൊ സിഗരറ്റ് വലിക്കുന്നത് ഹാനികരമാണ്, അതിൻ്റെ ആ പാക്കറ്റിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇല്ലേ? എന്നിട്ടും ആൾക്കാർ വലിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് എഴുതിയാലും എഴുതിയിട്ടില്ലെങ്കിലും ഒരു കാര്യമില്ല. പക്ഷെ ശരിക്ക് ആ തലത്തിലുള്ള ഒരു ബുദ്ധിമാൻ ഇതും എഴുതി കണ്ടോ, ഇത് തെറ്റാണ്, ഇത് പഠിക്കാൻ പാടില്ല, ഹാനികരമാണ്, അത് നിർത്തും. പക്ഷെ എത്ര ആൾക്കാർ നിർത്താൻ പറ്റുന്നുണ്ട്? അപ്പൊ ഇത് ജനറൽ പബ്ലിക്കിന് അവരെ ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ട് വ്യാസദേവൻ തന്നെയാണ് എഴുതിയിരിക്കുന്നത്, വേറെ ആരുമല്ല. ഒരേ ഓഥറ്, ഒരേ രചയിതാവ് രണ്ട് തരത്തില്, ഒന്ന് ജനറൽ പബ്ലിക്കിന്റെ ആ അവബോധം അനുസരിച്ച് അവർക്ക് മനസ്സിലാക്കാനും അത് പ്രകാരം ജീവിക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു വിവരണം കൊടുത്തു. മറ്റത് ഡിവോട്ടീസിനെ എയിം ചെയ്തിട്ട് അവരുടെ ഉദാഹരണത്തിന് വേണ്ടിയിട്ട് ശരിക്കുള്ള സിദ്ധാന്തം. അതെന്ത് സിദ്ധാന്തം? അത് ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ഭക്തി സിദ്ധാന്തം കൊടുത്തു. അതാണ് എൻ്റെ വ്യത്യാസം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയുന്നത് എഗെയിൻ, ഇപ്പോൾ ചെറിയ ക്ലാസ്സിൽ 1ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് മാത്സ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. 5 + 5 എല്ലാവർക്കും അറിയാം. ഓക്കെ, 10. 100 - 1000 1ാം ക്ലാസ്സിലത്തെ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമോ? മനസ്സിലാവൂല. 100 നിന്ന് 1000 എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാന്ന് പറയാം, അവർക്ക് മനസ്സിലാവില്ല. പക്ഷെ നേരെ ഒരു 10ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ കോളേജിലോ അവർക്ക് മനസ്സിലാവും അത്. അതേപോലെ തന്നെ വ്യാസദേവൻ ചെയ്ത്. അപ്പോൾ ഓഡിയൻസ് നോക്കിയിട്ട്, ഓഡിയൻസിന്റെ ആ ഒരു കപ്പാസിറ്റി നോക്കിയിട്ട്, റിസെപ്റ്റബിലിറ്റി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള സിദ്ധാന്തം പറഞ്ഞു കൊടുത്തു. രണ്ടും ശരിയാണ്. പരീക്ഷിത് മഹാരാജാവ് എങ്ങനെ ഈ ലോകം വെടിഞ്ഞു എന്നുള്ളത് ഭാഗവതത്തിൽ ഒരു രീതിയിലാണ്, മഹാഭാരതത്തിൽ വേറൊരു രീതിയിലാണ്. അല്ല പിന്നെ മഹാഭാരതത്തിൽ എന്തോ ഒരു എന്താ ഫ്രൂട്ട്സിന്റെ ഉള്ളിലെ പുഴു വന്നിട്ടാ. എന്താ കാരണം? അതും തന്നെ തത്വം. അപ്പൊ ഒരു ചരിത്രം, ഒരു ഹിസ്റ്ററി അതങ്ങനെ. അതായത് പരീക്ഷിത് മഹാരാജന് ദേഷ്യം വന്നു, ചത്ത പാമ്പിനെ ശമീക ഋഷിയുടെ കഴുത്തിലിട്ടു. എന്നിട്ട് തൻ്റെ മകൻ ദേഷ്യം വന്ന് ശപിച്ചു. ആ ശാപം അത് ഏൽക്കണം, ശപിച്ചാൽ അത് ഏൽക്കും. അങ്ങനെ തക്ഷകൻ വന്ന് കടിക്കുന്നു, ദേഹം മടിയുന്നു. അതൊരു വഴിക്ക്. അതേ പരീക്ഷിത് മഹാരാജാവ്, കാരണം തനിക്ക് പേടി തോന്നി, എന്നിട്ട് വലിയൊരു പാലസ് ഉണ്ടാക്കി. പാലസിൽ എന്താ പറയുക, ഒരുപാട് സെക്യൂരിറ്റിയും ഒരുപാട് ബ്രാഹ്മണന്മാരെയൊക്കെ വെച്ച് പാമ്പ് വരാതിരിക്കാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് തക്ഷകൻ ഒരു ഫ്രൂട്ടില് ഒരു കീടമായിട്ട് വന്നു. എന്നിട്ട് ആ ഫ്രൂട്ട് പരീക്ഷ മഹാരാജനെത്തിയ സമയത്ത് ആ ബേമ് അല്ലെങ്കിൽ ആ കീട പാമ്പായിട്ട് തക്ഷനായിട്ട് മാറുന്നു, കടിക്കുന്നു, ദേഹം മടിയുന്നു പോകുന്നു. പക്ഷെ ശ്രീമദ് ഭാഗവതത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? അവിടെ സിദ്ധാന്തം വേറെയാണ്.
ഭക്തന്മാർക്കുള്ള സിദ്ധാന്തമാണ്. പരീക്ഷിത് മഹാരാജുവിന് യാതൊരു കൂസം ഉണ്ടായിരുന്നില്ല. ഇത് ഭഗവാന്റെ ഇച്ഛയാണ്, എനിക്ക് വേണ്ടുന്ന ആ ബുദ്ധി ഇപ്പോഴേനും തന്നല്ലോ, അതിനെ കൗണ്ടർ റിയേറ്റ് ചെയ്യില്ല, അതിനെ സെക്യൂരിറ്റി ഒന്നും വെച്ചില്ല, ബ്രാഹ്മണന്മാരെ അപ്പോയിന്റ് ചെയ്തില്ല, പാലസ് ഉണ്ടാക്കിയില്ല. നേരെ ചെന്ന് ഗംഗാ തീരത്ത് ചെന്നിട്ട് ഭാഗവതം സുഖദേവ ഗോസ്വാമിയുടെ കേട്ട് അത് തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുമ്പ് തന്നെ വൈകുണ്ഠപ്രാപ്തി നേടി. അത് ഒരു അല്ല പ്രഭു, അപ്പൊ ആൾക്കാര് ഞാനിത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ആരോ ചോദിച്ചപ്പോ അതൊക്കെ ഇല്ലാത്തത് ഓരോന്നും പറഞ്ഞതാന്ന് പറഞ്ഞത്. ഇത് മഹാഭാരതത്തിൽ ഉണ്ടല്ലേ? മഹാഭാരതത്തിലുള്ളതാണ്. അല്ല, അപ്പൊ വ്യാസമഹർഷി തന്നെ അതിനെ ഇങ്ങനെ ആക്കുമ്പോ അപ്പൊ അത് ഏതാണ് അപ്പൊ ശരിക്ക് നമ്മളെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള പോലെ ഉണ്ട് ഇത് അല്ലെ? അല്ല, ഭക്തന്മാർക്ക് പോലെ ഉണ്ടാക്കില്ല. ഭക്തന്മാർക്ക് അതിന്റെ കുട്ടൻസ് മനസ്സിലാവുള്ളൂ, സാധാരണ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവർ ആ വേർഷൻ എടുക്കും, അത് ശരിയാണ്, ഇത് തെറ്റാണെന്ന് വിചാരിക്കും. ഭാഗവതം തെറ്റാണ്, അതാണ് ശരിക്കുള്ളത്, എടുത്തോട്ടെ, എങ്കെങ്കിലും അങ്ങനെങ്കിലും ഉയർന്നു വരട്ടെ. എന്നിട്ട് ഒരു ദിവസം അവർക്ക് ഭാഗവതം മനസ്സിലാവും. കൃഷ്ണ. അല്ല, തുഞ്ചത്തെഴുത്തച്ഛന്റെ ഭാഗവതത്തിലും അങ്ങനെ തന്നെയാണ്. ഏഹ് തുഞ്ചത്തെഴുത്തച്ഛന്റെ ഒരു ഭാഗവതം ഉണ്ട്, ഇങ്ങനെ ഒരു ക്ലിപ്പാട്ട് പോലെ എഴുതിയത്. അതിലും ഈ പിന്നെ തക്ഷകൻ എന്താ മരത്തിന്റെ മുകളിൽ കയറിയിട്ട് വന്ന് കടിക്കുക, അങ്ങനെ എന്തോ ആണ്. തക്ഷകൻ വന്ന് കടിക്കുന്നതിന് മുമ്പ് മറ്റേ പരീക്ഷ മഹാരാജ് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞു. മറ്റത് പേര് മാത്രം ശരീരത്തിനെ കടിച്ചിട്ടുള്ളൂ, ശരീരം അല്ലെങ്കിലും പോയി. അത് ആ ഒരു കേഴ്സ്, ശാപത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എപ്പിസോഡ് മാത്രം. പക്ഷെ ഇവിടെ 7 ദിവസം തുടർച്ചയായിട്ട് ഭാഗവതം കേട്ടു അല്ലേ? അത് തീരെ മഹാഭാരതത്തിൽ ഇല്ല അല്ലെ അങ്ങനത്തെ ഒരു സംഭവം? അതില്ല. കൃഷ്ണ. അതേപോലെ മഹാഭാരതത്തിൽ പ്രഭു ഒരു ഡൗട്ട്, എന്നല്ലേ, നരകത്തിലേക്ക് പാണ്ഡവർ എപ്പോഴും പോയിണ്ടോ? നരകത്തിലേക്ക് എന്താ സ്റ്റോറി എനിക്കറിയില്ല, ചിലപ്പോൾ കൊണ്ടുപോയിണ്ടാവും കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എനിക്കറിയില്ല സ്റ്റോറി എന്താന്ന്, ഉണ്ടാവും, അറിയില്ല. ചോദിക്കുന്ന പ്രഭു നരകത്തിലേക്ക് ഇന്നലെ ഒരു കമന്റ് ഇട്ടതാണ്. അല്ല, അത് മനസ്സിലായി. അതെന്താ അറിയോ, അത് ഭഗവാൻ കാണിച്ചു കൊടുത്താണ് നരകം, അല്ലാണ്ട് നരകത്തിലേക്ക് പോയതല്ല. അതായത് ദുര്യോധനൻ സ്വർഗത്തിലേക്ക് പോകുന്നതും ഇവര് നരകത്തിലേക്ക് പോകുന്നതും അങ്ങനെ എന്തോ കാണിച്ചു കൊടുത്തൊരു ഇത് കേട്ടിട്ടുണ്ട്. അത് ഭഗവാൻ കാണിച്ചു കൊടുത്താണ്, യുധിഷ്ഠിര മഹാരാജന്റെ ഒരു ഇതുണ്ട്. അതും അങ്ങനെയുണ്ട്. അത് ശരിക്കും നരകത്തല്ല, ആ ഒരു സീൻ കാണിച്ചു കൊടുത്താണ് ഭഗവാൻ കൃഷ്ണൻ. എന്നിട്ട് യുധിഷ്ഠിര മഹാരാജവൻ അത്ഭുതം, അതെന്താ ദുര്യോധനൻ സ്വർഗത്തിലേക്ക് പോകുന്നു, ഞങ്ങൾ നരകത്തിലേക്ക് പോകുന്നു, പിന്നെ ആ മായ മാറ്റാണ് അവിടുന്ന്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പൊ ഇതെല്ലാം എന്താണ്, ഒരു ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു എഡ്യൂക്കേഷൻ, ഒരു വിദ്യ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ഡിഫറെന്റ് ലീലാസ് കളിക്കുന്നത്. ഇത് ഭക്തന്മാർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ, മറ്റുള്ളവർക്ക് മറ്റുള്ളവർ അവർ ലിറ്ററലി അത് വെക്കും. ഇതാണ് അതിന്റെ ശരിക്കുള്ളത്. അപ്പോൾ എങ്കിലും അവർക്കും ഒരു പ്രോഗ്രസ് വേണ്ടേ? അപ്പൊ അവരുടെ അവബോധത്തിനനുസരിച്ചിട്ടുള്ള പുസ്തകമാണ് മഹാഭാരതം. ഇതിഹാസം, ഇത് പുരാണം, അതില് അമലപുരാണമാണ് ഭാഗവതം. അമലപുരാണത്തിലേക്ക് എത്തണമെങ്കിൽ അത് അതിൻ്റെതായിട്ടുള്ള ആ പെർസ്പെക്റ്റീവിന് മനസ്സിലാക്കണമെങ്കിൽ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് മനസ്സിലാവില്ല. രണ്ടും കൂടി മിക്സപ്പ് ചെയ്യും, രണ്ടും കൂടി കൺഫ്യൂഷൻ. എന്താണ് അതെങ്ങനെ ചെയ്തിരിക്കുന്നത്? ഒരേ ഓഥർ, ഒരേ രചയിതാവ്, 2 തരത്തില്. അപ്പൊ ഇത് ശരിയാണോ? ഇത് ശരിയല്ല, ഇത് മിത്താണ്, അത് മിത്താണ് പറയും. അപ്പൊ ഇത് രണ്ടും പെർസ്പെക്റ്റീവ് മനസ്സിലാക്കണമെങ്കിൽ ഭക്തന് മാത്രമേ പറ്റുള്ളൂ. അതൊരു വൈഷ്ണവ ഭക്തന് അവർക്ക് പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അതിനാണ് പ്രഭുജി, ഇതിനാണ് എന്നിട്ട് ആൾക്കാര് പറഞ്ഞുണ്ടാക്കുന്നത് ഈ ഇസ്കോൺകാര് കഥേനൊക്കെ വളച്ചൊടിച്ചുണ്ടാക്കണെന്ന്, മാറ്റിയെടുക്കണം, അവരില്ലാത്ത കഥകളൊക്കെ ഉണ്ടാക്കുക എന്നൊക്കെ പറയണത് അതുകൊണ്ടാണല്ലേ. അതിനെ അവര് മാറ്റിയെടുക്കുന്നു, ഉള്ള കഥേനെ അവര് മാറ്റി അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയത്ര. അപ്പൊ വ്യാസദേവൻ തന്നെ മാറ്റിയതാണ്, നമ്മൾ മാറ്റിയതല്ല. രണ്ട് ഓഡിയൻസ് ആണ്, അതാണ് വ്യത്യാസം. രണ്ട് ഓഡിയൻസ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഭക്തി പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാര്, നമ്മള് ഒരു സത്സംഗിൽ പോയി, അവിടെ എന്താ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? കീർത്തൻ.
അല്ലേ, ഭജൻ. അവിടെ സിനിമാ പാട്ട് ഇട്ടാൽ നമ്മൾ നിൽക്കുമോ? ആസ്വദിക്കുമോ? ഇല്ല, നിൽക്കില്ല. അപ്പൊ ഓഡിയൻസ് എന്താ അതിനനുസരിച്ചുള്ളത്. അപ്പൊ വ്യാസദേവന് അറിയാം ഓഡിയൻസ്, തൻ്റെ ഓഡിയൻസിന് അറിയാം. മഹാഭാരതം ഇന്ന ഓഡിയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അവർക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള നിറച്ചിട്ടുള്ള ത്രില്ലായിട്ടുള്ള സാധനങ്ങൾ കൊടുത്തു. മറ്റത് ഭക്തി ഭാവത്തിലുള്ളത് കൊടുത്തു ഭക്തന്മാർക്ക്. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇതൊന്നും അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മാതാജി, ധർമാർത്ഥ കാമം അതെ, സാധിക്കാനാണ് ധർമാർത്ഥ പറയുന്നത് അല്ലെ? കാമമോക്ഷം. അതാണ് വേദങ്ങൾ പറയുന്നത് അല്ലേ? ത്രൈഗുണ്യ വിഷയ പുംസാം നിസ്ത്രൈഗുണ്യോ ഭവാർജുന. അപ്പൊ ഈ വേദങ്ങൾ മുഴുവന് ഈ 3 ഗുണത്തിന്റെ അധീനത്തിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. കാരണം പൊതുവെ ജനങ്ങൾ ഈ 3 ഗുണത്തിന്റെ അധീനത്തിലാണ്. അതിലും ഇത് ഉയർന്നിട്ടാണ് ഭക്തൻ. ഭാഗവതം വേദങ്ങൾക്ക് അതീതമാണ്. ആ, ഭാഗവതം വേദത്തിലും ഇതില്ല. വേദങ്ങൾക്കല്ല, 3 ഗുണത്തിന് അതീതമാണ്. വേദങ്ങളുടെ ഒക്കെ എസൻസ് അല്ലേ ഭാഗവതം? അപ്പം വേദങ്ങൾക്ക് അതീതമാണല്ല, 3 ഗുണങ്ങൾക്ക് അതീതമായിട്ടുള്ള ഇതാണ് ഭാഗവതം. പ്രഭു എത്ര കേട്ടാലും തലയിൽ കേൾക്കണ എത്ര വട്ടതൊക്കെ കേൾക്കണം എന്ന് അറിയണില്ല എന്ന് പറയാം. ഇത് തെറ്റിദ്ധരിക്കാൻ വളരെ ഈസിയാണ്, മിസ്ഇന്റർപ്രറ്റ് ചെയ്യാൻ ഈസിയാണ്, തെറ്റിദ്ധരിക്കാൻ ഈസിയാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ക്രക്സിൽ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, അത് മാതാജി പറഞ്ഞ പോലെ പല ആൾക്കാരും പറയും നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഓരോന്ന് പറയാണ്, അങ്ങനെയൊന്നല്ല, അതൊക്കെ തെറ്റാണ്, ഇത് തെറ്റാണ്. അങ്ങനത്തെ ആൾക്കാരോട് അതാണ് നമ്മൾ പറഞ്ഞത്, സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കണം പറയുന്നത്. ഭാഗവതം, ഭഗവത്ഗീത, അതൊക്കെ പ്രഭുപാദരുടെ പർപ്പോട്ടിലാണ് എല്ലാം. പ്രഭുപാദരുടെ പർപ്പോട്ട് വായിച്ചിട്ടുണ്ടെങ്കിൽ, അത് മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് ഉൾക്കൊള്ളാൻ, ഒരു സംശയം വരില്ല. അതാണ് ആചാര്യന്മാരുടെ, എസ്പെഷ്യലി വൈഷ്ണവ ആചാര്യന്മാരുടെ. കാരണം പ്രഭുപാദ പർപ്പോട്ട് എന്ന് പറഞ്ഞാൽ, ഭക്തിവേദാന്ത പർപ്പോട്ട് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എക്സ്റ്റസിയാണ് അവിടെ. ഇറ്റ് ഈസ് എക്സ്റ്റസി, അതാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അപ്പൊ ഇത് ആക്ച്വലി അതാണ് നമ്മളെ അതും വായിച്ച് മനസ്സിലാക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഇത്. ആക്ച്വലി കോൺട്രഡിക്ടറി അല്ല, ഒരു വിരോധാഭാസം അല്ല, അത് കോൺട്രഡിക്ടറി അല്ല. അതും ശരി, ഇതും ശരി. എന്നാ പിന്നെ ഏറ്റവും വലിയ ശരി എന്താ? ഭാഗവതത്തില്. അത് കാരണം അത് സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഭക്തി പ്രാക്ടീസ്. അപ്പൊ നമ്മളൊക്കെ ആ സ്പെഷ്യൽ കാറ്റഗറിയിൽ വന്ന ആൾക്കാരെന്ന് നമുക്ക് അഭിമാനിക്കാം. ഭഗവാന്റെയും ഭക്തന്മാരുടെയും കൃപകാടക്ഷം നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. പക്ഷെ അതേ പ്രകാരം നമ്മൾ പോണം, അത്രേ ഉള്ളൂ. പ്രഭു ഇനി ശ്രീല പ്രഭുപാദര് എത്ര 22ാമത്തെ വയസ്സില് ഗുരുവിനെ കണ്ടില്ലേ? പിന്നെ അവിടുന്ന് ഒരു 52 വയസ്സ് വരെ ആള് ശരിക്ക് ഈ ഗ്രന്ഥങ്ങള് കംപ്ലീറ്റ് പഠിച്ച് റെഡിയാക്കി എടുക്കുകയായിരുന്നു അല്ലെ ഇതിനു വേണ്ടിട്ട്. യെസ്. അതിനുശേഷം ബിസിനസ് എന്തെങ്കിലും കൂടിയിട്ട് കൂടുതൽ അദ്ദേഹത്തിന്റെ സമയം ഇതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. ബിസിനസ് പേരിന് ചെയ്തു, അതല്ല പാപ്പറായത്. ബിസിനസ്സൊക്കെ ചെയ്തു, കുറെ സമ്പാദിച്ചു, പിന്നെ പാപ്പറായി. എന്തിന് പാപ്പറായി? ഭഗവാന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിന്റെ ബിസിനസ് വളർന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഗൃഹസ്ഥ ലൈഫിലേക്ക് വിടും. അദ്ദേഹത്തിന്റെ ബിസിനസ് പാപ്പറായി കഴിഞ്ഞാൽ ഗൃഹസ്ഥ ലൈഫ് വിട്ട് പൂർണ്ണമായിട്ടും ആധ്യാത്മിക ലൈഫിന് വരും. അദ്ദേഹത്തിനെ കൊണ്ട് ലോകത്തിലെ എല്ലാവരും ഉദ്ധരിക്കണം എന്നുള്ള എൻ്റെ പ്ലാനും തെറ്റും, ഭഗവാന്റെ പ്ലാന്. അതുകൊണ്ട് അദ്ദേഹത്തിനെ പാപ്പറാക്കി. വീട്ടിലും അതിന് വേണ്ടുന്നുള്ള ഒരു സാഹചര്യം ഒരുക്കി കൊടുത്തു. ഭാര്യയോട് ചോദിച്ചു എന്നെ വേണോ കാപ്പി വേണോ ചോദിച്ചു, കാപ്പി മതി എന്ന് പറഞ്ഞു. ഇതെല്ലാം ഭഗവാന്റെ വലിയൊരു പ്ലാനാണ്. അപ്പൊ പറഞ്ഞു തഥാസ്തു. എപ്പോഴും അങ്ങനെ വിട്ടുപോകുന്നതാണ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. വീണ്ടും തിരിച്ചു വരും വിചാരിച്ചു ഭാര്യ, തിരിച്ചു വന്നില്ല. അത് എന്നേക്കുമുള്ള പെർമനന്റ് ആയിട്ടുള്ള ഒരു പോക്കായിരുന്നു. വീട്ടിൽ 54ാമത്തെ വയസ്സിലിട്ട് നേരെ വൃന്ദാവനിൽ പോയി. അവിടെ നിന്നും 59 മുതൽ 65 വരെ അവിടുന്ന് 3 ഭാഗവതം ആദ്യത്തെ 3 വോള്യം എഴുതി. ആദ്യത്തെ കാൻഡോ ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് കൊടുത്തു ഒരു പകർപ്പ്. അദ്ദേഹത്തിന് ആദരവോടെ അത് മേടിച്ച് അദ്ദേഹത്തിന് ഒരു സ്ഥാനമാനങ്ങൾ കൊടുത്തു. പിന്നെ അതിൻ്റെ കുറെ പ്രിന്റ് എടുത്തു. 1965 2 ട്രങ്ക് ലോഡ് ഓഫ് ഭാഗവതം ഫസ്റ്റ് കാൻഡോ
രണ്ടാമതൊന്ന് അന്തേ ഒന്നോ ഇവിടെ കൊച്ചിയിൽ നിന്നാണ് ഇവിടുന്ന് ഷിപ്പിൽ ലോഡ് ചെയ്തത്. പ്രഭുപാദ എവിടുന്നാണ്? കൽക്കത്തയിൽ നിന്നാണ് കയറിയത്. കൽക്കത്തയിൽ നിന്നാണ് കയറിയത് ജലദൂത. കൊച്ചിയിലെത്തിയപ്പോൾ ഈ രണ്ട് ട്രങ്കിലോടെ ഭാഗവതം ഇവിടുന്ന് ലോഡ് ചെയ്തു. എന്നിട്ട് വഴിയില് പിന്നെ ശ്രീലങ്ക വന്നിട്ട് ഇങ്ങോട്ട് വന്നത് തോന്നുന്നു. ശ്രീലങ്ക. അപ്പോ ഓൺ ദ ബോർഡായിരുന്നു അദ്ദേഹത്തിന്റെ 70ാമത്തെ പിറന്നാള് ജലദൂതയില്. ശ്രീലങ്ക വിട്ടപ്പോഴോ കൊച്ചി വിട്ടപ്പോഴോ ഒറ്റയാണ് 70ാമത്തെ പിറന്നാള്. അപ്പൊ 70ാമത്തെ പിറന്നാൾ ആഘോഷം. നീണ്ട ഒരു തപസ് ഇതിനൊക്കെ ഒരു പക്വത ആർജിക്കണമെങ്കിൽ ഇപ്പൊ നമ്മുടെ ഭക്തി സിദ്ധാന്ത സരസ്വതി ടാക്കൂറും ഇതേപോലെ ഒരു എത്രയോ കൊല്ലങ്ങളോളം 9 കൊല്ലം 9 കൊല്ലം നവദ്വീപിൽ പോയിട്ട് ഒരു ദിവസം 22 മണിക്കൂർ ജപം ചെയ്തു. അങ്ങനെ 9 കൊല്ലം കണ്ടിന്യൂസ്. എന്നിട്ടാണ് തപോബലം കിട്ടിയത് അദ്ദേഹത്തിന് ഇത് പ്രചരിപ്പിക്കാൻ. 61 മഠങ്ങള്, ഗൗഡീയ മഠങ്ങൾ സ്ഥാപിച്ചു. എത്രയോ പുസ്തകങ്ങൾ എഴുതി, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അതുകൊണ്ടാണ് പ്രഭുപാദ പറയുന്നത് തന്റെ ഗുരു മഹാരാജ് വാട്ട് ടു സ്പീക്ക് അബൌട്ട് ഹിം. അദ്ദേഹത്തിനെ പറ്റി എന്ത് പറയണേ? ഹീസ് എ വൈകുണ്ഠ മാൻ എന്ന് പറയാ പ്രഭുപാദ. ഓക്കെ, ഹീസ് എ മാൻ ഫ്രം വൈകുണ്ഠ മാൻ എന്ന് പറയുന്നു ഭക്തിസിദ്ധാന്ത സരസ്വതി. അല്ല, അപ്പൊ ഒന്നല്ല എത്രയോ കാലത്തെ തപസ്സിന് ശേഷം ഭഗവാനിൽ നിന്ന് വരുന്ന ഒരു കിരണം എന്ന് പറഞ്ഞിട്ട് ആരെയോ റേ ഓഫ് വിഷ്ണു. അതന്നെ ഭക്തിസിദ്ധാന്ത റേ ഓഫ് വിഷ്ണു. ഓക്കെ, ടെക്സ്റ്റ് 31. അടുത്ത ക്ലാസ്സിലെ വഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. गो प्रेमानंदी हरि.